ഹായ് ഹലോ സാഗറാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ. നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന അതായത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിലും ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു 3 to 4 ലെക്ചേഴ്സ് ഉണ്ടാവും. 3 to 4 ലെക്ചേഴ്സ് ഉണ്ടാവും. ഇന്നലത്തെ ക്ലാസ് ഏകദേശം 1.25 മണിക്കൂറായിരുന്നു. ഇന്നത്തെ ക്ലാസ് എന്തായാലും അത്രയും പോകത്തില്ല. ഇന്നത്തെ ക്ലാസ് ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂറിനും 1.5 മണിക്കൂറിനും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. കാരണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ സെക്ഷനില്ലേ, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് സെക്ഷൻ 16 മുതൽ 21 വരെ ഉണ്ട്. 16 മുതൽ 21 വരെ ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൽ നമ്മൾ 16 ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് വെച്ചിരുന്ന 17 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം സെക്ഷൻസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിനകത്ത് പറയുന്നത് അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ബ്ലോക്ക് ക്രെഡിറ്റ്. അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ബ്ലോക്ക് ക്രെഡിറ്റ് എന്നാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്. ഇതിൽ ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് മാത്രം നമ്മൾ ഇന്ന് പഠിക്കും. എന്ത് പഠിക്കും? ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് മാത്രമായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന് പഠിക്കാൻ നമുക്ക് ഡിസ്കഷൻ ഏകദേശം ഒരു എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കി, ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കുറേ എക്സാമ്പിൾസ് നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞുതരാം. അതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ, ഒരു 1.25 മണിക്കൂർ, 1.5 മണിക്കൂർ വരെ പോകില്ല, അത്രയും പോകുമായിരിക്കും ക്ലാസ്സിൻ്റെ ലെങ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അപ്പോർഷൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷോർട്ട് ആയിരിക്കും. മേ ബി നാളത്തെ വീഡിയോ ഒരു 2 hours പ്ലസ് പോകാൻ ചാൻസ് ഉണ്ട്. ഡിപ്പെൻഡിങ് നമുക്ക് നോക്കാം ക്ലാസ് എങ്ങനെയാണ് പോകാമെന്നുള്ള രീതിയനുസരിച്ച് നാളത്തെ ക്ലാസ് കുറച്ച് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഷോർട്ടായിരിക്കും. ഷോർട്ട് എന്ന് പറഞ്ഞാൽ റെഗുലർ ടൈമിംഗ് ഓൾമോസ്റ്റ് ഒരു 1.25 മണിക്കൂർ ഉണ്ടാവില്ല. നാളത്തെ ക്ലാസ് ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ടൈം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്തിട്ട് ടൈം അറേഞ്ച് ചെയ്ത് പഠിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം പഠിക്കുന്ന അവസാന ദിവസം പഠിച്ചത് റിവൈസ് ചെയ്തിട്ടല്ലേ? അങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ ലാസ്റ്റ് ഡേയിൽ എന്താ പഠിച്ചത്? ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ മെയിനായിട്ട് കുറച്ച് ഡെഫിനേഷൻസ് പഠിച്ചു. ഇൻപുട്ട് എന്താണ്? മെയിനായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ഇൻപുട്ടിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഗുഡ്സ് ഉണ്ടാവും, ഇൻപുട്ട് സർവീസ് ഉണ്ടാവും, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻപുട്ട് ഗുഡ്സോ ക്യാപിറ്റൽ ഗുഡ്സോ ഇൻപുട്ട് സർവീസോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ അവിടെ പേ ചെയ്യുന്ന ടാക്സ് നമുക്കൊരു ക്രെഡിറ്റ് ആയിട്ട്, നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട്, ഒരു ടാക്സ് ഡിഡക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇൻപുട്ട്, വാട്ട് ഈസ് ക്യാപിറ്റൽ ഗുഡ്സ്, വാട്ട് ഈസ് ഇൻപുട്ട് സർവീസ്, അതുപോലെ വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് എന്നും, അതുപോലെ വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നും, ഇൻവേർഡ് സപ്ലൈ, ഔട്ട്വേർഡ് ടാക്സ്, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പഠിച്ചു. അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 ലെഡ്ജേഴ്സിനെ പരിപാടി ഞാൻ പറഞ്ഞു തന്നു. എന്താ 3 ലെഡ്ജേഴ്സ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, നമ്മൾ പേ ചെയ്യുന്ന ക്യാഷ് ഡീറ്റെയിൽസ് മൊത്തം എവിടെ നിന്ന് നടക്കും? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നടക്കും. അടുത്ത ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. എന്താ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ, ഫുൾ ഐറ്റംസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ്, എലിജിബിൾ ക്രെഡിറ്റ് വന്ന് ക്രെഡിറ്റ് ചെയ്ത് കിടക്കുന്ന അക്കൗണ്ടാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. പിന്നെ അത് കഴിഞ്ഞ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ എന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്യാനുള്ള ടാക്സ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ ഉണ്ടാവും. ഇത് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ചാപ്റ്ററിൽ ഒന്നും കൂടി പഠിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാം. ശരി, അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 16 എലിജിബിലിറ്റിയാണ് പഠിക്കുന്നത്. സെക്ഷൻ 16 എലിജിബിലിറ്റിയാണ്. സിമ്പിളായിട്ട് പറയാം, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതെ, അതുപോലെ ഒരു ഗുഡ്സിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഗുഡ്സ് നമ്മൾ ആക്ച്വലി റിസീവ് ചെയ്തിരിക്കണം, അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ആ ഗുഡ്സ് യൂസ് ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കണം. അതുപോലെ എന്താണ് അതിൻ്റെ ക്രെഡിറ്റ്, നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ITC യൂട്ടിലൈസ് ചെയ്യുന്ന റൂൾ ഉണ്ട്. ഇന്നലെ നമ്മൾ ഫണ്ണായിട്ട് പഠിച്ചില്ലേ? ആദ്യം ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ഉണ്ട്. ആദ്യം IGST യൂസ് ചെയ്യുക, CGST യൂസ് ചെയ്യുക, ഇതാണ് SGST UTGST നിങ്ങൾ യൂസ് ചെയ്തോളാം. ശരി, IGST ആദ്യമേ ആർക്ക് തന്നെ യൂസ് ചെയ്യണം? ആദ്യം അവനവൻ്റെ കാര്യം നോക്കാം. IGST ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം CGSTക്കും SGSTക്കും ഇഷ്ടം പോലെ കൊടുക്കാം. CGSTക്കും SGSTക്കും ഇഷ്ടം പോലെ കൊടുക്കാം. ഓക്കെ, UTGST അവിടെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് CGST എടുക്കുക. CGST SGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ CGST ആദ്യമേ CGST SGSTക്ക് കൊടുക്കാൻ പറ്റില്ല. CGSTക്കും IGSTക്കും ഇഷ്ടമുള്ള റേഷ്യോയിൽ കൊടുക്കുക. അതുപോലെ SGSTയും UTGSTയും CGST കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ SGST UTGSTക്കും അതുപോലെ IGSTക്കും ഇഷ്ടമുള്ള റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോർഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? പിടിയിട്ടു സിമ്പിൾ കാര്യമല്ലേ? അതിൻ്റെ അർത്ഥം CGST SGST ക്രോസ് യൂട്ടിലൈസേഷൻ ഇസ് നോട്ട് അലൗഡ്. അല്ലെങ്കിൽ CGST ബാർ UTGST വേഴ്സസ് SGST ക്രോസ് യൂട്ടിലൈസേഷൻ ഇസ് നോട്ട് അലൗഡ്. സോറി, മാറിപ്പോയി. CGST വേഴ്സസ് SGST ഓർ UTGST ക്രോസ് യൂട്ടിലൈസേഷൻ ഇസ് നോട്ട് അലൗഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. ശരി, അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കണ്ടീഷൻസാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെ കണ്ടീഷൻ? നമ്മുടെ കയ്യിൽ ഒരു ഇൻവോയ്സ് ഉണ്ടായിരിക്കണം, ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് ഉണ്ടായിരിക്കണം. ഇത് മാത്രമല്ല, വേറെ പ്രിസ്ക്രൈബ്ഡ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. 5 ഡോക്യുമെൻറ്റ് പിന്നെ പേര് പിടിച്ചില്ല. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ നമ്മുടെ ടാക്സ് ഇൻവോയ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് നോട്ട്, അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രിപ്പയർഡ് ബൈ ദ റെസിപ്പിയൻറ്റ് അണ്ടർ RCM, അതുപോലെ ബിൽ ഓഫ് എൻട്രി. അല്ലേ, എപ്പോഴാണ് ബിൽ ഓഫ് എൻട്രി വരിക? ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ബിൽ ഓഫ് എൻട്രി കിട്ടും. അതുപോലെ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്, അതുപോലെ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇഷ്യൂഡ് ബൈ നമ്മുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ശരി, അപ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയറിൽ വന്ന, ഈ ഇയറിലല്ല ഇതിന് മുന്നത്തെ ഇയറിൽ വന്ന അമെൻമെൻറ്റ് പഠിച്ചു. എന്താ അമെൻമെൻറ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം
എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്ലയർ അയാൾ GSTR1 ഫയൽ ചെയ്തിരിക്കണം. ആ GSTR1 ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവോയ്സ് കൂടി, നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൂടി അയാൾ ഡീറ്റെയിൽ ആയിട്ട് അത് എൻ്റർ ചെയ്തിരിക്കണം. എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക, GSTIN നമ്പർ, ഇന്നലെ പഠിച്ചില്ലേ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. രജിസ്ട്രേഷൻ എടുക്കുന്ന എല്ലാ ആൾക്കാർക്കും യൂണീക്കായിട്ട് കിട്ടുന്ന ഒരു നമ്പറാണ് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ബില്ലിനകത്ത് കണ്ടില്ലേ, ആ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അതിലേക്ക് കയറി പോകണം. നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും എമൗണ്ടും GST എല്ലാം അതിൽ കയറി പോകുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ GSTR2 ബില്ലിൽ റിഫ്ലക്റ്റ് ആവും. 2 ബില്ലിൽ റിഫ്ലക്റ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലും ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ അല്ലേ. പിന്നെ വേറൊരു മോഡലുണ്ട്. ഈ മോഡൽ പഠിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനുണ്ട്. എന്താ, നമ്മൾ ITC യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ, ITC നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ഗുഡ്സ് ഷുഡ് ബി ആക്ച്വലി റിസീവ്ഡ്, അല്ലെങ്കിൽ സർവീസ് ഷുഡ് ബി ആക്ച്വലി റിസീവ്ഡ്. ആ സപ്ലൈ ആക്ച്വലി നടന്നിരിക്കണം. പക്ഷേ ബിൽ ടു ഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. റെസിപ്പിയൻ്റ് ഉണ്ട്, സപ്ലയർ ഉണ്ട്, ഒരു തേർഡ് പാർട്ടി ഉണ്ട്. റെസിപ്പിയൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ ഗുഡ്സ് കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടിക്കാണ് അല്ലേ. അപ്പോൾ റെസിപ്പിയൻറ്റ് IGST ക്ലെയിം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ റെസിപ്പിയൻറ്റ് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മൾ പഠിച്ച കണ്ടീഷൻ അവിടെ വയലേറ്റ് ആവും. എന്താ, റെസിപ്പിയൻറ്റ് ഒരിക്കലും എന്ത് റിസീവ് ചെയ്തില്ല, ഗുഡ്സ് റിസീവ് ചെയ്യില്ല. കാരണം റെസിപ്പിയൻറ്റ് പകരം ഒരു തേർഡ് പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്. ആ ഒരു മോഡൽ നമുക്ക് എന്ത് വിളിക്കാം, ബിൽ ടു ഷിപ്പ് മോഡൽ എന്ന് വിളിക്കാം. ഈ മോഡലും നിങ്ങൾക്ക് എന്ത് തന്നെ ITC ക്ലെയിം ചെയ്യാം. നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, അത് റെസിപ്പിയൻറ്റ് ഡീം ടു ബി റിസീവ് ദ ഗുഡ്സ്, റെസിപ്പിയൻറ്റ് ഗുഡ്സ് റിസീവ് ചെയ്തായിട്ട് നമ്മൾ ഡീമിങ് ഫിക്ഷൻ. ഓക്കെ. അടുത്ത ഒരു ബില്ലിനകത്ത് മാൻഡേറ്ററി വേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് പഠിച്ചു. ഒരു 5 നമ്മൾ മെയിനായിട്ട് പഠിച്ചു. എന്തൊക്കെയാണ്? ഡീറ്റെയിൽസ് ഓഫ് എമൗണ്ട് ഓഫ് ടാക്സ്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, IGST ഓഫ് റെസിപ്പിയൻറ്റ് ആൻഡ് സപ്ലയർ, അതുപോലെ എന്താണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്. ഇത് മാത്രമല്ല, നിങ്ങൾ ഇന്നലെ കണ്ട ബില്ലിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസ് അതിൽ പറയാം. അത് പ്രോപ്പർ ഡേറ്റ്, ബില്ലിൻ്റെ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എന്താണ് ഇൻവോയ്സിൻ്റെ നമ്പർ, പ്രോപ്പർ സിഗ്നേച്ചർ, ആരാണോ സൈൻ ചെയ്യേണ്ടത് ആ സിഗ്നേച്ചർ, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഇല്ലേ. ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി സപ്ലയർ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ച് ITC കിട്ടുമോ? ഇല്ല, കിട്ടില്ല. പിന്നെ അമെൻമെൻറ്റിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇവിടെ പറയുന്നത് എന്താ, നമ്മളെ പറഞ്ഞ നമ്മുടെ GST ആക്ച്വലി ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം, അതുപോലെ റിട്ടേൺ ഫർണിഷ് ചെയ്യണം. ശരി. അത് കഴിഞ്ഞ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു. നമ്മൾ ക്രെഡിറ്റ് പീരീഡ് നമുക്ക് വേണമെങ്കിൽ 182 ഡേയ്സ് പ്ലസ് വയ്ക്കാം. പക്ഷേ GSTയിൽ ഒരു റൂളുണ്ട്. എന്താണ്, ഒരാൾക്ക് നമ്മൾ ക്രെഡിറ്റിനാണ് എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പേയ്മെൻറ്റ് നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് 180 ദിവസമാണ്, 180 ഡേയ്സ് ആണ്. അപ്പോൾ വിത്തിൻ 180 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. സപ്പോസ് 180 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ഓൾറെഡി അവൈൽ ചെയ്ത ITC ഷുഡ് ബി റിവേഴ്സ്ഡ്. നമ്മൾ ഓൾറെഡി അവൈൽ ചെയ്ത ITC എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യേണ്ടി വരും, എലോങ് വിത്ത് 18% ഇൻട്രസ്റ്റ്. ഓക്കെ. അതിനുശേഷം 180 ദിവസത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ആ ITC നമുക്ക് റീ അവൈൽ ചെയ്യാം. പക്ഷേ ടാക്സ് അവൈൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ടാക്സ് നമുക്ക് ഒരിക്കലും അവൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ് പ്രൊവിഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ആർക്കൊക്കെയാണ്? RCMൽ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ ഷെഡ്യൂൾ 1, അതുപോലെ എന്ത് നമ്മുടെ തേർഡ് പാർട്ടി ട്രാൻസാക്ഷനും ഈ ഒരു സാധനം ആപ്ലിക്കബിൾ അല്ല. ശരി. ഇനി ITC അവൈലബിൾ ആയിട്ടുള്ളത് എവിടേക്കാണ്? ടാക്സബിൾ സപ്ലൈ നടത്തുകയാണെങ്കിൽ ITC അവൈലബിൾ ആണ്, അതുപോലെ സീറോ റേറ്റഡ് സപ്ലൈ നടത്തുകയാണെങ്കിൽ ITC അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ടാക്സബിൾ സപ്ലൈ നടത്തി കഴിഞ്ഞാലും ITC അവൈലബിൾ ആണ്, അതുപോലെ സീറോ റേറ്റഡ് സപ്ലൈ നടത്തിയാലും ITC അവൈലബിൾ ആണ്. എന്താ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് വേണമെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈ കൊടുക്കാം, അതുപോലെ സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്താ, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ റീട്രേഡ് ചെയ്യുന്ന കുറേ ഫേംസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സോൺ ഗവൺമെൻറ് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഷിപ്പ് യാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കൺവെയൻസും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ഓഫീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യാം, എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സപ്ലൈ നടത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് എന്ത് ചെയ്യാം, വിളിക്കാം. ഓക്കെ അല്ലേ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിച്ചു. നമുക്ക് ഗുഡ്സ് കിട്ടിയാൽ മതി, അത് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. അത് ഇൻറ്റൻഡഡ് ടു ബി യൂസ് ചെയ്യാനായിട്ട് വെച്ചിരുന്നാലും മതി. അത് ഗുഡ്സ് ആക്ച്വലി യൂസ് ചെയ്യണമെന്നോ, റോ മെറ്റീരിയൽ ആക്ച്വലി കൺസ്യൂം ചെയ്യണമെന്നോ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആക്ടറീസ് വിൽക്കണമെന്നോ സെയിൽ ചെയ്യണമെന്നോ നിർബന്ധമുണ്ടോ? ഇല്ല. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ചില ഓതേഴ്സ് പണ്ട് എന്താണ് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂൾ നമ്മൾ പറഞ്ഞു. എന്താ, ITC ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഗുഡ്സിൻ്റെ ടാക്സ് പോർഷന് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. അതിൻ്റെ അർത്ഥം ഒരു പ്രോഡക്റ്റിൻ്റെ വില, ഒരു മെഷീനറിയുടെ വില 10 lakh rupees ആണ്, GST 1 lakh, അപ്പോൾ ടോട്ടൽ 11 lakh. 11 lakh നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 lakh ITC കിട്ടത്തില്ല. പക്ഷേ 10 lakh മാത്രമാണ് ഗുഡ്സിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 lakh rupees ITC ആ ഒരു മന്ത് ഓഫ് പർച്ചേസിൽ തന്നെ ചെയ്യാൻ പറ്റും. 10 lakh rupees നിങ്ങൾക്ക് ഇൻകം ടാക്സിലെ ഡിപ്രിസിയേഷൻ 40%, ഓക്കെ, വാട്ട് എവർ ദ റേറ്റ് മേ ബി, നിങ്ങൾക്ക് കുറച്ച് കളയാനായിട്ട് പറ്റും. ശരി. അങ്ങനെ ടൈം ലിമിറ്റ് ഫോർ അവൈലിംഗ് ITC ഈ പ്രാവശ്യത്തെ അമെൻമെൻറ്റിൽ എന്താ ടൈം ലിമിറ്റ്? ഒന്നാമത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30th November ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. 30th November ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ in which such invoice അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് ഇസ് റിസീവ്ഡ്. ശരി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം, ഡ്യൂ ഡേറ്റ് അല്ല, റേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ, ഇത് രണ്ടിൽ വിച്ചവർ ഈസ് ഏർലിയർ ആണ് എന്ത് ലാസ്റ്റ് ഡേറ്റ് ഫോർ അവൈലിംഗ് ITC. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ITC നമുക്ക് എന്ന് വരെ അവൈൽ ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ഇയറിൻ്റെ 30th November വരെ അവൈൽ ചെയ്യാം. പക്ഷേ ആ ഇയറിൻ്റെ റിട്ടേൺ നിങ്ങൾ എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് നോർമലി എത്രയാണ്? December 31. അപ്പോൾ December 31 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഒന്നുകിൽ December 31 വരെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന എന്നാണോ അന്ന്, അല്ലെങ്കിൽ November 30.
ഓക്കെ, ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ, ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ. പിടികിട്ടിയോ? അപ്പോൾ എപ്പോഴും നവംബർ 30 മുന്നേ ഉള്ളൊരു ഡേറ്റേ വരും. നവംബർ 30 മുന്നേ ഉള്ള ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, ആനുവൽ റിട്ടേൺ നിങ്ങൾ നവംബർ 30 ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ്, ഇല്ലെങ്കിൽ നവംബർ 30 എന്നാണ് എൻ്റെ അർത്ഥം. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകണം ഒരൊറ്റ കോൺസെപ്റ്റേ പഠിക്കാൻ പോകുള്ളൂ, ബ്ലോക്ക് ക്രെഡിറ്റ്. എന്താ പഠിക്കാൻ പോണേ? ബ്ലോക്ക് ക്രെഡിറ്റ്. നിങ്ങൾ നോക്കിയേ, ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയേക്കുന്നുണ്ട് സെക്ഷൻ നമ്പർ എത്രയാണ്? 17 സബ്സെക്ഷൻ 5 ആണ്. 17 സബ്സെക്ഷൻ 5 ആണ്. അന്ന് 17 സബ്സെക്ഷൻ 1ഉം 2ഉം 3ഉം 4ഉം ഒന്നും പഠിക്കാനത് ഇതാ കിടക്കുന്നത് നോക്കി. 17 സബ്സെക്ഷൻ 1, 17 സബ്സെക്ഷൻ 2, 17 സബ്സെക്ഷൻ 3, 17 സബ്സെക്ഷൻ 4 എന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 17 സബ്സെക്ഷൻ 5 നമ്മൾ ആദ്യം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ 17 സബ്സെക്ഷൻ 5 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 17 സബ്സെക്ഷൻ 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 17 സബ്സെക്ഷൻ 5 എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് മാത്രം നമ്മളിന്ന് പഠിക്കും. ഒരു 1 hour ലെക്ചർ ഉണ്ടാവും. ക്ലിയർ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഫുള്ള് പഠിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ വലിയൊരു ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ടും ഈ ഒരു എന്താണ് ഈ പറഞ്ഞ ക്രെഡിറ്റിൻ്റെ കാര്യവും ചോദിക്കാം. ശരി, ഈ വരാൻ പോണ എക്സാമിന് തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി ഈ ബ്ലോക്ക് ക്രെഡിറ്റ് തിയറി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ടും 8 മാർക്സ് അല്ലെങ്കിൽ മിനിമം കിട്ടിയിരിക്കും. 8 മാർക്സ് നിങ്ങൾക്ക് മിനിമം ഈ പറഞ്ഞ ബ്ലോക്ക് ക്രെഡിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത്രയ്ക്കും ഉണ്ട് ഈ ഐറ്റം, അത്രത്തോളം തിയറി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അതുപോലെ അല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ ബ്ലോക്ക് ക്രെഡിറ്റ് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പഠിക്കാൻ നിങ്ങൾക്ക് പഠിച്ചാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരിക്കുക, ഇരിക്കുന്ന സ്ഥലത്ത് നിവർന്നിരിക്കുക, നിങ്ങളുടെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക, ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ക്ലാസ് മാത്രം കാണാൻ കുറച്ച് ദൂരോട്ട് വയ്ക്കുക, നോട്ട്സും കാര്യങ്ങളും കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ വേണമെങ്കിൽ എല്ലാം എടുത്തിട്ട് ഒന്ന് ഉഷാറായിട്ട് നല്ല സ്ട്രെച്ചൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാം. ശരി, ഓക്കെ, പഠിക്കാൻ പോവാണ് ബ്ലോക്ക് ക്രെഡിറ്റ്. എന്താണ് ബ്ലോക്ക് ക്രെഡിറ്റ്? ശരി, നിങ്ങൾ ആ ഒരു വാക്ക് വെച്ച് ആലോചിക്കുക. ബ്ലോക്ക് ക്രെഡിറ്റ് എന്തായിരിക്കും? ബ്ലോക്ക് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു തടസ്സം അല്ലേ. റോഡിൽ ബ്ലോക്കാണ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തടസ്സമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റില്ലായിട്ട് ഐഡിയലായിട്ട് അവിടെ കിടക്കാണ്, ഒരു ഹഡിൽസ് ഫ്രണ്ടിലുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഹാർട്ടിൽ ബ്ലോക്കാണ്, ആൻജിയോപ്ലാസ്റ്റ് 5 ഗ്രാമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്യണം, ബ്ലോക്ക് ഒരു തടസ്സമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ITC ക്ലെയിം ചെയ്യുന്നതിൽ ഒരു തടസ്സത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകണം. ITC ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഒരു തടസ്സത്തിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ പോകണം. നിങ്ങൾ നോക്കിയടാ, ഞാൻ ഇത്രയും നേരം വെച്ച് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും, അതായത് നമ്മളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ എന്ത് വാങ്ങിയാലും അതിൽ ITC എടുക്കാൻ പറ്റും. ശരിയാ, നിങ്ങൾക്കറിയാം നമ്മുടെ കാറിനൊക്കെ GST റേറ്റ് എമണ്ടൻ റേറ്റാണ്. ഏകദേശം ഒരു 10-80,000 രൂപയ്ക്ക് അടുപ്പിച്ച് നിങ്ങൾക്ക് ഒരു കാർ വാങ്ങുകയാണെങ്കിൽ കാറിൻ്റെ പുറത്ത് GST കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കാറ് നമ്മളങ്ങ് മേടിക്കുന്നു, അത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു, ITC ക്ലെയിം ചെയ്യുന്നു. ഓക്കെ, ലാപ്ടോപ്പ് മേടിക്കുന്നു, ബിസിനസ്സിന് വേണ്ടിയിട്ട് ആണെന്ന് പറയുന്നു, ITC ക്ലെയിം ചെയ്യുന്നു. മൊബൈൽ മേടിക്കുന്നു, ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു, ITC ക്ലെയിം ചെയ്യുന്നു. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുന്നു, ഹോട്ടലിൽ ചാർജസ് ഉണ്ട്, ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നു, 5 സ്റ്റാർ ഹോട്ടലും 3 സ്റ്റാർ ഹോട്ടലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുന്നു, ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു, GST പോർഷൻ ITC ക്ലെയിം ചെയ്യുന്നു. നമുക്ക് ഭയങ്കര ലാഭമായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഒരു 18% GST ആണെന്ന് വെച്ചോ. ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കുകയാണ്, 18% GST ആണ്, 1 lakh rupees ആണെന്ന് വെച്ചോ. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വില എത്ര രൂപയാണ്? 1 lakh rupees ആണ്. അപ്പോൾ ഇതിൽ 1 lakh rupees ആണ്, നിങ്ങൾ 1 lakh rupees കൊടുത്താണ് മേടിക്കുന്നത്. എൻ്റെ കാൽക്കുലേറ്റർ ഒരു സെക്കൻഡേ. 1 lakh rupees ആണെങ്കിൽ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഇൻക്ലൂസീവ് ഓഫ് GST ആണെന്ന് വെച്ചോ. ഇൻക്ലൂസീവ് ഓഫ് GST ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 1 ലക്ഷം ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128. ഇപ്പോൾ 28% അല്ലെങ്കിൽ 28% ഉള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 lakh ഡിവൈഡ് ബൈ 128 ഇൻറ്റു 100 എത്ര വരും? 78,000 രൂപ, 78,125. ഈ പ്രൈസിന് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. അതായത് നിങ്ങൾ കടക്കാരൻ എന്ത് ചെയ്യണം? 1 ലക്ഷം രൂപ പേ ചെയ്യണം. 28% ആണ് GST എങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്? 78,125. അതായത് നിങ്ങൾക്ക് അതിൽ GST ആയിട്ട് എത്ര രൂപ സേവ് ചെയ്യാം? ഒരു 21,875 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ചാടറ പറ എന്ത് സാധനം വാങ്ങിയാലും ഏതിനൊക്കെ GST ഉണ്ടോ ആ GSTക്കകത്തെല്ലാം നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ GST നമ്പർ, GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കോട്ട് ചെയ്യും. അതിനകത്ത് സപ്ലയറെ കൊണ്ട് GSTR 1 ഫയൽ ചെയ്യിപ്പിക്കും. അത് നമ്മുടെ 2 ബില്ല് റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കും. എല്ലാ സാധനങ്ങളിലെയും ക്രെഡിറ്റ് എടുക്കും. നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, ശരിയാ, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്ത് മേടിച്ചാലും ക്രെഡിറ്റ് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിന് ഇത് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ് പറയാം, എടേ ഞങ്ങളൊരു കുറച്ച് ലിസ്റ്റുകൾ തരാം, ഞങ്ങൾ ബ്ലോക്ക് ക്രെഡിറ്റ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 കുറച്ച് ലിസ്റ്റുകൾ തരാം. ആ ലിസ്റ്റിൽ പറയുന്ന ഐറ്റംസ് നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ മേടിച്ചാലും അത് ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്, അതിൻ്റെ ITC അലോ ചെയ്യില്ല. ഒന്നുകൂടെ പറഞ്ഞേ, ഞങ്ങൾ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 കുറച്ച് ലിസ്റ്റ് തരാം. ആ ലിസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ് പറയുന്നുണ്ടോ അതെല്ലാം ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്, അതിന് ഞങ്ങൾ ITC തരില്ല. അതിന് ഞങ്ങൾ എന്ത് തരില്ല? ITC തരത്തില്ല. അതിന് ഞങ്ങൾ എന്ത് തരത്തില്ല? ITC തരത്തില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞങ്ങ് വെച്ചേക്കുക.
പിടികിട്ടിയോ? അപ്പോൾ എന്ത് ചെയ്യും? ആൾക്കാർക്ക് ഈ പറഞ്ഞ ഉടായ്പ പരിപാടികൾ ചെയ്യാൻ പറ്റുമോ? ഉടായ്പ പരിപാടികൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ശരി. അപ്പോൾ സാറേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങി, അതിന് ITC എടുക്കാൻ പറ്റില്ല. പക്ഷേ മൊബൈൽ ഫോൺ വാങ്ങി നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ITC എടുക്കാം. കാർ വാങ്ങി ITC എടുക്കാൻ പറ്റില്ല. പക്ഷേ കാർ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ITC എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ITC എടുക്കാൻ പറ്റാത്തത്? ബ്ലോക്ക് ക്രെഡിറ്റ്. അതിൻ്റെ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ITC എടുക്കാൻ പറ്റും. അത് അലൗഡ് കേസസ് ആണ്. അപ്പോൾ അതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പരിപാടി കഴിഞ്ഞു. ഒരു ഒറ്റ ടേബിളാണ്, കുറച്ച് ലെങ്തി ടേബിളാണ്, കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ശരി, ഇതിലെ ഫസ്റ്റ് ഐറ്റം, ഒന്നാമത്തെ ഐറ്റം എന്താ നിങ്ങൾ നോക്കിയേ? ഒരു സിമ്പിൾ സംഭവം, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയായി. മോട്ടോർ വെഹിക്കിൾ. എന്താണ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെ ഒരു മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക്, കാറ്, അതിന് മുകളിലോട്ടുള്ള എല്ലാ സാധനങ്ങളും, ലോറി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരും. പക്ഷേ അതെല്ലാം മോട്ടോർ വെഹിക്കിളാണ്. ബൈക്ക് ഉൾപ്പെടെ എല്ലാം മോട്ടോർ വെഹിക്കിളാണ്. ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. അപ്പോൾ ഇതിനകത്ത് എന്ത് വരത്തില്ല? ഗുഡ്സ് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഒന്നും വരത്തില്ല. നമ്മളിപ്പോൾ പറയുന്ന ആരാ? പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വെഹിക്കിൾസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, വിത്ത് എ സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് 13+. അതായത് 13 പേരോ അതിൽ കൂടുതലോ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്, ഇൻക്ലൂഡിങ് ഡ്രൈവർ. പിടികിട്ടിയോ? അതായത് എന്താ ഇവിടെ പറയുന്നത്? അതായത് ഒരു മോട്ടോർ വെഹിക്കിൾ ഉണ്ട്. ആ മോട്ടോർ വെഹിക്കിളിൻ്റെ കപ്പാസിറ്റി 13 പേരോ അതിൽ താഴെയാണ്. അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള വണ്ടികൾ മേടിക്കത്തില്ലേ, അത് ബ്ലോക്ക് ക്രെഡിറ്റാണ്. അതെന്താണ്? ബ്ലോക്ക് ക്രെഡിറ്റ്. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 13 പേരിൽ മുകളിലുള്ള വെഹിക്കിളാണെങ്കിലോ, 13 പേരിൽ മുകളിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടിയില്ലേ, അതിനകത്ത് 13 പേരിൽ കൂടുതലിരുന്നൂടെ ഇരിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ മിഥുനം സിനിമയിൽ മോഹൻലാലിൻ്റെ കയ്യിലിരുന്ന വണ്ടിയിലെ ദാക്ഷായണി ബിസ്ക്കറ്റ്, അത് 13 പേരിലും മുകളിലുള്ള വെഹിക്കിളാണ്. അതുപോലെ ബസ്, ലോറി, ടെമ്പോ. ഈ ലോറി എന്നൊക്കെ പറയുന്നത് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ബസ് നമ്മുടെ ഇപ്പോൾ ഞാൻ സപ്പോസ് ഒരു ടെമ്പോ ട്രാവലർ പോലൊരു വണ്ടി വാങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ എംപ്ലോയീസിനെ പിക്കപ്പ് ചെയ്യാനും തിരിച്ചു കൊണ്ടാക്കാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് ITC എടുക്കാൻ പറ്റും. കാരണം 13 പേരിൽ കൂടുതലുള്ള വെഹിക്കിളാണ്. സപ്പോസ് ഞാൻ ഒരു കാറാണ് വാങ്ങിയെങ്കിൽ എനിക്ക് പറ്റില്ല. ഇതുവരെ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിച്ച് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അതായത് 13 പേരോ അതിൽ താഴെയോ ഇരിക്കുന്ന വെഹിക്കിളാണ്, ഇൻക്ലൂഡിങ് ഡ്രൈവർ ഉൾപ്പെടെ 13 പേരോ താഴെ ഇരിക്കുന്ന വെഹിക്കിളാണെങ്കിൽ ITC നോട്ട് അലൗഡ്. ശരി, അപ്പോൾ ITC അലൗഡ് ആവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ITC അലൗഡ് ആവുന്ന സിറ്റുവേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊക്കെയാണ്? ഒന്ന്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ITC അലൗഡ്. ഇപ്പോൾ ഒരു ലോറി വാങ്ങി, അങ്ങനെയുള്ള വെഹിക്കിൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിയാണെങ്കിൽ ITC അലൗഡ്. ഇപ്പോൾ ഒരു JCB വാങ്ങി, ITC അലൗഡ് ആണോ അല്ലേ? JCB എന്ന് പറഞ്ഞാൽ ഗുഡ്സ് കൊണ്ടുപോകുന്ന വെഹിക്കിളും അല്ല, അതുപോലെ എന്താ പറയുക, പാസഞ്ചറിനെ കൊണ്ടുപോകുന്ന വെഹിക്കിളും അല്ല. JCBക്കകത്ത് നമ്മൾ വല്ല ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഇല്ല. ഗുഡ്സ് കൊണ്ടുപോകുന്ന വെഹിക്കിളും അല്ല, പാസഞ്ചർ കൊണ്ടുപോകുന്ന വെഹിക്കിളും അല്ല. ITC അലൗഡ് ആയിരിക്കുമോ? അതെ, ITC അലൗഡാണ്. നമ്മൾ ആരെങ്കിലും കളിക്കാനായിട്ട് വീട്ടിൽ JCB വാങ്ങാറുണ്ടോ? ഇല്ല. പേഴ്സണൽ പർപ്പസിന് വേണ്ടി ആരെങ്കിലും JCB വാങ്ങാറുണ്ടോ? ഇല്ല. ഇപ്പോഴും ബിസിനസ് പർപ്പസിന് വേണ്ടി വാങ്ങുന്ന വെഹിക്കിളായിരിക്കും JCB എന്ന് പറഞ്ഞാൽ. ITC അലൗഡ്. പിടിയോ? അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് കപ്പാസിറ്റി മോർ ദാൻ 13 പേരിൽ കൂടുതലാണെങ്കിൽ ITC അലൗഡ്. പിടിയോ? വെറും 13 പേരാണെങ്കിലോ, വണ്ടിയിൽ ഡ്രൈവർ ഉൾപ്പെടെ 13 പേരാണെങ്കിൽ ITC നോട്ട് അലൗഡ്. 13+ പോയി കഴിഞ്ഞാൽ അലൗഡ്. 13 ഈക്വൽ ടു ഓർ ലെസ് ദാൻ ആണെങ്കിൽ തിരിച്ചലടാ. ലെസ് ദാൻ എങ്ങനെ ഇടുന്നത്? ഇങ്ങനെയല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 ആണെങ്കിൽ ITC നോട്ട് അലൗഡ്, ബ്ലോക്ക് ക്രെഡിറ്റ്. പിടിയോ? ശരി, ഇനി ഇതേ സെയിം ടേബിളിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന ഐറ്റംസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇതൊക്കെ ITC അലൗഡ് ആവുന്ന സിറ്റുവേഷൻസാണ്. ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിളിൽ ITC അലൗഡ് ആവുന്ന സിറ്റുവേഷനാണ്. ഏതൊക്കെയാണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അതായത് മോട്ടോർ വെഹിക്കിൾ യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് ടാക്സബിൾ സപ്ലൈ. ഈ താഴെ പറയുന്ന ടാക്സബിൾ സപ്ലൈസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ITC അലൗഡ്. എന്താ നോക്കി? ഫർദർ സപ്ലൈ ഓഫ് സച്ച് വെഹിക്കിൾ. എന്താ സംഭവം? ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ കാറോ ബൈക്കോ എന്തെങ്കിലും വാങ്ങി. അതിനകത്ത് ഒരു കാലത്ത് നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റില്ല? ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് GST പേ ചെയ്ത് തന്നെ അതിനകത്ത് ഒരിക്കലും നമുക്ക് ക്രെഡിറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ വെഹിക്കിൾ വാങ്ങിയത് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലോ? മനസ്സിലായില്ല? എക്സാമ്പിൾ പറഞ്ഞുതരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരട്ടെ. അതായത് ഹീറോ മോട്ടോഴ്സ്, ഹീറോ ഹിന്ദുസ്ഥാൻ, അതോ ഹീറോ മോട്ടോ ക്യാബ്സ് എന്നോ അങ്ങനെ എന്തോ ആണ് ആ കമ്പനിയുടെ പേര്. ഇന്ത്യൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഹീറോ കമ്പനി എന്ത് ചെയ്തു? ബൈക്ക് മാനുഫാക്ചർ ചെയ്തു. നമ്മുടെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ഹീറോയുടെ വണ്ടികൾ വിൽക്കുന്ന ഒരു ഡീലറാണ് ദിയ മോട്ടോഴ്സ്.
എന്താണ്? ദിയ മോട്ടോഴ്സാണ് ഏറ്റവും കൂടുതൽ വണ്ടി വിൽക്കുന്നത്. ദിയ മോട്ടോഴ്സാണ് ഏറ്റവും കൂടുതൽ ഹീറോയുടെ വണ്ടി വിൽക്കുന്നത്. അപ്പോൾ നോക്കി, ഹീറോ എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് ദിയ മോട്ടോഴ്സ് ബൈക്ക് വാങ്ങി. ഹീറോ എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് ഹീറോ മോട്ടോഴ്സ് നമ്മുടെ ദിയ മോട്ടോഴ്സ് വണ്ടി വാങ്ങി. എന്നിട്ട് ദിയ മോട്ടോഴ്സ് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യും. അപ്പോൾ ദിയ മോട്ടോഴ്സ് ഹീറോയുടെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിയപ്പോൾ അവർക്ക് കിട്ടുന്ന വില പ്ലസ് GST പേ ചെയ്തിട്ടുണ്ടാവും. ഇനി കസ്റ്റമേഴ്സിന് വണ്ടി കൊടുക്കുമ്പോൾ ആ വിലയോടൊപ്പം പ്ലസ് അവരുടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പോൾ GST കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്യുന്ന GSTയിൽ നിന്നും നേരത്തെ പേ ചെയ്ത എമൗണ്ട് ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലേ? അതാണ് ചോദ്യം. പറ്റും. കാരണം എന്താ? ഇവർ ഈ പറയുന്ന വണ്ടി മേടിക്കുന്നത് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിടികിട്ടിയോ? മനസ്സിലായി. ഓക്കെ, അടുത്ത് നോക്കി, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ. കണ്ടോ, ആൾക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ITC അലൗഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാവൽ ഏജൻസി, ഒരു ടൂറിസം കമ്പനി, പിടികിട്ടിയോ? ഒരു ട്രാവൽ ഏജൻസി, ടൂറിസം കമ്പനിയൊക്കെ ഇല്ലേ, ഇവരെല്ലാം ഈ പറഞ്ഞ കാറും ബൈക്കും ഒക്കെ മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ അതവരെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ITC അലൗഡ്. പിടികിട്ടിയോ? അടുത്തത് ഇമ്പാർട്ടിങ് ട്രെയിനിങ്, ഡ്രൈവിംഗ് അല്ലെങ്കിൽ നാവിഗേഷൻ ഓഫ് സച്ച് മോട്ടോർ വെഹിക്കിൾ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ വണ്ടിയില്ലേ, ആ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബിസിനസ്സാണ്. അങ്ങനെയാണെങ്കിലോ ഡ്രൈവിംഗ് സ്കൂള് അല്ലേ? ഡ്രൈവിംഗ് സ്കൂൾ. ഞങ്ങളുടെ ഇവിടെ വരെ ആശാനുണ്ട്, സുനി ആശാൻ. ഒരു അത്ര പ്രായമുള്ള ആശാനൊന്നുമില്ല, ഒരു പാവപ്പെട്ടൊരു മനുഷ്യനാണ്. നല്ല രസമാണ് പുള്ളിക്കാരുടെ അടുത്ത് ഡ്രൈവിംഗ് ഓടിക്കാൻ. ഞങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ നമുക്ക് വെക്കേഷനില്ലേ, ആ സമയത്താണ് ഡ്രൈവിംഗ് ഓടിക്കാൻ പോകുന്നത്. ആശാൻ എങ്ങനെ അറിയും? രാവിലെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ആശാൻ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ വണ്ടിയിൽ ഞങ്ങളെ കൊണ്ട് അങ്ങ് പോകും. എവിടെയെങ്കിലും കല്യാണത്തിനോ മരണത്തിനൊക്കെ വേണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് പോകും. എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്കൊക്കെ തിരിച്ച് വരണം. ഒരു പാവം മനുഷ്യനാണ്, ഒരു വഴക്ക് പോലും പറയാറില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും വളരെ മാന്യമായ രീതിയിലും നല്ല രീതിയിലും ഡ്രൈവിംഗ് പഠിപ്പിക്കാറുണ്ട്. കാരണം ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മിക്ക ആശാന്മാരും ഭയങ്കര ടെററാണ്. എടാ അത് ചെയ്യടാ ഇത് ചെയ്യടാ, തള്ളും അടിയും ബഹളവും വഴക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മുടെ ആശാൻ ഭയങ്കര കാമൻ ക്വയറ്റാണ്, അടിപൊളിയാണ്. ഈ ഡ്രൈവിംഗ് പഠിക്കാൻ പോയ സമയത്ത് കുറേ കഥകളൊക്കെ പറയണ്ട കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അരുൺ മോഹൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ നമ്മൾ അരുൺ മോഹൻ കുഞ്ഞുനാളിൽ ഫുൾ പേരല്ലടാ വിളിക്കുന്നത്. അപ്പോൾ വിളിച്ച് അവൻ്റെ പേര് അരുൺ മോനെ എന്നായി. അരുൺ മോഹൻ എന്ന് തികച്ച് വിളിക്കുന്നതിന് പകരം അരുമോനെ എന്നായി. അപ്പോൾ നമ്മുടെ അരുമോൻ ഡ്രൈവിംഗ് ഓടിക്കാൻ വന്നു. ഞങ്ങളെല്ലാവരും പോകണമെന്ന് പറഞ്ഞപ്പം ആവശ്യം മുതൽ അവനും ഡ്രൈവിംഗ് ഓടിക്കാൻ വന്നു. അപ്പോൾ ആശാൻ കുറച്ച് ഭക്തിയുള്ള ടൈപ്പാണ്. അപ്പോൾ ആശാൻ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ്, മോനെ ആ അമ്പലത്തിൽ ചെന്നൊന്ന് പ്രാർത്ഥിച്ചോ, ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് പ്രാർത്ഥിച്ച് ഒരു ചില്ലറ 1 രൂപയെങ്കിലും അമ്പലത്തിൽ വഞ്ചിയിലിട്ടിട്ട് വരാൻ പറഞ്ഞു. അരുമോൻ എന്ത് ചെയ്തു? അവിടെ ചെന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ട് പ്രാർത്ഥിച്ച് ഒരു വഞ്ചിയിലൊക്കെ ഇട്ട് ദൈവമേ എൻ്റെ ഡ്രൈവിംഗ് നന്നാക്കി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിക്കകത്ത് കയറി. ഞങ്ങൾ അവിടുന്ന് അരുമോനെ വണ്ടിയൊക്കെ ഓടിച്ച്, അത് കഴിഞ്ഞ് വേറെ ആൾ കയറി വണ്ടിയൊക്കെ ഓടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് വന്നപ്പോഴും പറയുന്നത്, ആശാൻ എൻ്റെ ഷൂ അമ്പലത്തിൻ്റെ അവിടെ കിടക്കാമെന്ന്. പിന്നെ വീണ്ടും തിരിച്ചു പോയി അവൻ്റെ ഷൂ എടുക്കാനായിട്ട്. അങ്ങനെ കുറേ തമാശയൊക്കെ ഉണ്ട് കേട്ടോ ഡ്രൈവിംഗ് പഠിക്കുന്നത്. കാരണം ഞാനിത് പറയാൻ കാരണം ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു ആ സമയമൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സുനി ആശാൻ ഒരു വണ്ടി വാങ്ങി. നമ്മുടെ ഈ സുനി ആശാൻ എന്ത് ചെയ്തു? ഒരു കാറാണ് വാങ്ങിയത്. 13 പേരിൽ കൂടുതലുള്ള വെഹിക്കിളാണ് വാങ്ങിയെങ്കിൽ ITC എടുക്കാം. ഇനി ഗുഡ്സ് ട്രാൻസ്പോർട്ട് വെഹിക്കിളാണ് വാങ്ങിയെങ്കിൽ ITC എടുക്കാം. പക്ഷേ സുനി ആശാൻ വാങ്ങിയ വണ്ടി ഒരു 4 പേര് 5 പേര് 6 പേര് നമ്മുടെ നോർമൽ കാറിലെ ഇപ്പോൾ ഒരു വാഗണർ കാറാണ് സുനി ആശാൻ വാങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്? ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട്. എന്താണ് ബിസിനസ്? ട്രെയിനിങ്, ഡ്രൈവിംഗ്, നാവിഗേഷൻ ഓഫ് സച്ച് വെഹിക്കിൾ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സുനി ആശാൻ ഈ വണ്ടി വാങ്ങിയത്. പുള്ളിക്കാരനും ITC അലൗഡ്. സോ സിമ്പിൾ. പിടികിട്ടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? അതെ, മനസ്സിലായി. പിടികിട്ടി. അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മൾ പഠിച്ചത് മോട്ടോർ വെഹിക്കിളാണ്. മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ കാറ്, ലോറി, ജീപ്പ്, അതായത് കരയിലൂടുന്ന എല്ലാ സാധനങ്ങളും, ബൈക്ക് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഈ മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് വരും. അതും മോട്ടോർ വെഹിക്കിൾ അതിൻ്റെ പർപ്പസ് എന്താ? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചറാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ഫുൾ ITC അലൗഡ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എപ്പോഴും ഒരു ബിസിനസ് ആയിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ആണെങ്കിലാണ് നമുക്ക് ചോദ്യം വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ആണെങ്കിൽ 13 പേരിൽ മുകളിലുള്ള വണ്ടികളെല്ലാം ഓൾവേസ് എന്തായിരിക്കും? അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതിനും അലൗഡ്. 13 പേര് താഴെയുള്ള വണ്ടികളാണെങ്കിൽ നോട്ട് അലൗഡ്. പക്ഷേ ആ 13 പേരിൽ താഴെയുള്ള വണ്ടികൾ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലൗഡ്. ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലൗഡ്. ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് പഠിപ്പിക്കുന്ന സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർക്കത് അലൗഡ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ അലൗഡ്. പിടികിട്ടി. ഇനി അടുത്ത സംഭവം എന്താ നോക്കി? വെസൽ ഓർ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ, അത് നമ്മുടെ വെള്ളത്തിൽ ഓടുന്ന എല്ലാ സാധനങ്ങളെയും നമുക്ക് വെസൽ ഓർ എയർക്രാഫ്റ്റിൽ വെസലിൽ ഉൾപ്പെടുത്താം. അതുപോലെ ആകാശത്തൂടെ പോണ എല്ലാത്തിനെയും നമുക്ക് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വെസലും എയർക്രാഫ്റ്റും ബ്ലോക്ക് ക്രെഡിറ്റാണ്. വെസലിനും എയർക്രാഫ്റ്റിനും എന്ത് കിട്ടത്തില്ല? ഈ പറഞ്ഞ ITC കിട്ടത്തില്ല. പക്ഷേ വെസലും എയർക്രാഫ്റ്റും ഒക്കെ ആരെങ്കിലും വെറുതെ മേടിക്കാം. നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ സ്ഥലങ്ങളിലൊക്കെ നോർമലി നമ്മുടെ ഇവിടെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ റോഡാണ്. പക്ഷേ ആലപ്പുഴയിലോ കുട്ടനാട്ടിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
ഇന്ത്യ വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവരുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെള്ളത്തിലൂടെ ആയിരിക്കും. എന്നായിരിക്കും? വെള്ളത്തിലൂടെ. അപ്പോൾ അവർ വണ്ടി മേടിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെറിയൊരു ബോട്ട് വാങ്ങി, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും സംഭവങ്ങൾ സെറ്റപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിയതില്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്? അവരുടെ സ്വന്തം പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട്. ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്. വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമ്മൾ മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് സപ്പോസ് നമ്മൾ മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് നോക്കിയേ. എൻ്റെ പൊന്നെ, അടിച്ചു പോയാ. ഇത് നമ്മൾ മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഫർദർ സപ്ലൈ. നമ്മൾ ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ബിസിനസ് ചെയ്യാനാണെങ്കിൽ അലൗഡാണ്. സോറിടാ, ഒരു കോൾ വന്നതാണേ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ, ആദ്യമേ പഠിച്ചത് മോട്ടോർ വെഹിക്കിൾ. ആ മോട്ടോർ വെഹിക്കിളിൻ്റെ പോലെ സെയിം. മോട്ടോർ വെഹിക്കിൾ 13 പേരിൽ താഴെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 13 പേരിൽ താഴെ ഇരിക്കാൻ വരുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ ബ്ലോക്ക് ക്രെഡിറ്റ്. പക്ഷേ അത് ഫർദർ സപ്ലൈ ചെയ്യുകയാണെങ്കിലോ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലും ട്രെയിനിങ്, വണ്ടി ഓടിക്കാനോ അതിന് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിൻ്റെ ട്രെയിനിങ് എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ITC അലൗഡാണെന്ന് പറഞ്ഞു. കാരണം അത് ബിസിനസ് പർപ്പസാണ്. ശരി, അതുപോലെ തന്നെയാണ് വെസലും എയർക്രാഫ്റ്റും. വെസലും എയർക്രാഫ്റ്റും ബ്ലോക്ക് ക്രെഡിറ്റാണ്. പക്ഷേ അത് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അലൗഡ്. അതുപോലെ തന്നെ മേക്കിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആണെങ്കിൽ അലൗഡ്. അതുപോലെ അതിനകത്ത് എന്തെങ്കിലും ട്രെയിനിങ് സർവീസുകൾ കൊടുക്കുകയാണെങ്കിൽ, ട്രെയിനിങ്, നാവിഗേഷൻ, അല്ലെങ്കിൽ ആ വണ്ടി ഓടിക്കാൻ SLO എയർക്രാഫ്റ്റും ഓടിക്കാനുള്ള സർവീസുകൾ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അലൗഡ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിലും അലൗഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നമ്മൾ റോഡിലൂടെ ഓടുന്ന മോട്ടോർ വെഹിക്കിളിനകത്ത് എന്തൊക്കെ ചെയ്യുന്നോ ആ പരിപാടികളെല്ലാം എന്തിനകത്തുണ്ട്? ഈ പറഞ്ഞ എയർക്രാഫ്റ്റിലും വെസലിലും ഉണ്ട് അല്ലേ? ഈ പറഞ്ഞ എന്താ പറയുക, നമ്മൾ ഈ പൈലറ്റിൻ്റെ ലൈസൻസ് ഒക്കെ എടുക്കുന്നത് മിക്കപ്പോഴും പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ എയർഫോഴ്സിൻ്റെ ഒക്കെ ലൈസൻസ് എടുക്കാനും അതിൻ്റെ കുറേ ഇതൊക്കെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് ഏജൻസികളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ കുറവാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പല സ്ഥലത്തുനിന്നും ചെയ്യാം. പിടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഈ പറഞ്ഞ എയർക്രാഫ്റ്റും വെസലും ഒക്കെ മേടിച്ചാൽ അവർക്ക് അത് അലൗഡാണ്. ഇപ്പോൾ ഇൻഡിഗോ, നമ്മുടെ ടാറ്റ ഇല്ലടാ, ടാറ്റ കമ്പനി നമ്മുടെ എന്ത് ഏറ്റെടുത്തു? എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റെടുത്തു. എയർ ഇന്ത്യയും ഇപ്പോൾ എയർ ഏഷ്യ എക്സ്പ്രസ്സോ എയർ ഏഷ്യയാണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ തമ്മിൽ മെർജായി. ഇവരുടെ രണ്ടുപേരുടെ ഫ്ലൈറ്റുകൾ തമ്മിൽ ഇപ്പോൾ സെയിമാണ്. ഇപ്പോൾ എയർ ഇന്ത്യയാണ് ഇവർ ഈ പറഞ്ഞ സാധനം എയർ ഏഷ്യയാണെന്ന് തോന്നുന്നു മാനേജ് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അവർ പുതിയ എന്ത് ചെയ്തു, ഫ്ലൈറ്റ്സ് പല സ്ഥലത്തു നിന്നും ബുക്ക് ചെയ്ത് ഇന്ത്യയിലേക്ക് ഇറക്കാൻ പോകാം. വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം ഇന്ത്യയിലെ 80% ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും മാനേജ് ചെയ്യുന്നത് ഇൻഡിഗോ എന്ന് പറഞ്ഞ എയർലൈൻസാണ്. അപ്പോൾ അവർക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് എയർ ഇന്ത്യ കുറേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് അവരുടെ സർവീസുകളൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫ്ലോപ്പാണ് പലതും. അപ്പോൾ ഇവർ ഈ പറഞ്ഞ വെസലും എയർക്രാഫ്റ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ അലൗഡാണ്. വെസലും എയർക്രാഫ്റ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ എന്താണ്, അലൗഡ് ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പോയിന്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അവിടെ നോക്കി. ജനറൽ ഇൻഷുറൻസ് എന്താണ്? ജനറൽ ഇൻഷുറൻസ് അതുപോലെ സർവീസിങ്, റിപ്പയർസ്, മെയിൻ്റനൻസ്. എന്തിൻ്റെ? അതായത് ജനറൽ ഇൻഷുറൻസ്, നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ സർവീസിങ് ചെയ്യുക, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുക. എന്തിൻ്റെ? നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ക്രെഡിറ്റിലുള്ള വണ്ടികളുടെ, അതായത് മോട്ടോർ വെഹിക്കിൾ 13 പേരോ അതിനകത്ത് 13 പേരോ അതിൽ താഴെയുള്ള വണ്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ വെസൽ എയർക്രാഫ്റ്റ് ആണെങ്കിൽ കൂടിയിട്ട്. അതായത് മോട്ടോർ വെഹിക്കിൾ, വെസൽ, എയർക്രാഫ്റ്റ്. മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ 13 പേര് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ആണെങ്കിൽ അത് നോട്ട് അലൗഡ്. അതുപോലെ വെസൽ എയർക്രാഫ്റ്റ് ആണെങ്കിൽ നോട്ട് അലൗഡ്. ഇനി ഈ പറഞ്ഞ നോട്ട് അലൗഡ് ആയിട്ടുള്ള ബ്ലോക്ക് ക്രെഡിറ്റിനകത്തുള്ള ഈ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് വെഹിക്കിൾസിനും, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ ജനറൽ ഇൻഷുറൻസ്, സർവീസിങ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസും നോട്ട് അലൗഡ്. പിടിയോ? മനസ്സിലായി? ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഞാനൊരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്, നോട്ട് അലൗഡ്. ഞാൻ അതിനകത്ത് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നോട്ട് അലൗഡ്. എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ നോട്ട് അലൗഡ്. സർവീസ് ചെയ്യുകയാണെങ്കിൽ നോട്ട് അലൗഡ്. ഞാൻ അതിനകത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നോട്ട് അലൗഡ്. പിടിയിട്ടോ? ഇതേ സമയത്ത് ഏതെങ്കിലും ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരാൾ ഒരു വണ്ടി വാങ്ങി, ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരാൾ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എക്സാമ്പിൾ, സുനിയാശാൻ എന്ത് ചെയ്തു, കാർ വാങ്ങി. സുനിയാശാൻ മേടിക്കുന്ന കാറിന് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സുനിയാശാൻ എടുക്കുന്ന ഇൻഷുറൻസിൻ്റെ GST പോർഷൻ എത്രയാണോ അതിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. സർവീസിന് കൊടുക്കുകയാണ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിന് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ITC ക്ലെയിം ചെയ്യാൻ പറ്റും. പിടിയിട്ടോ? അപ്പോൾ ബ്ലോക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ മുകളിൽ ഉള്ള ഇൻഷുറൻസ്, സർവീസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ അലൗഡ് ആയിട്ടുള്ള എന്താ? Such services related to motor vehicle for transportation of person. സിറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? സീറ്റിംഗ് കപ്പാസിറ്റി 13+ ആണ്, ഇൻക്ലൂഡിംഗ് ഡ്രൈവർ. നേരത്തെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അലൗഡാണ്. അതായത് 13 പേരിൽ കൂടുതലുള്ള വെഹിക്കിൾ ആണെങ്കിൽ ബിസിനസ് പർപ്പസ് ആയിരിക്കും, അവർക്ക് അലൗഡാണ്. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞ whether these services are received by a taxable person engaging in manufacturing of motor vehicle, vessels and aircraft mentioned in point 3. അതായത് ഈ പറഞ്ഞ വെസലും എയർക്രാഫ്റ്റും മോട്ടോർ വെഹിക്കിളും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കാണ് ഈ ജനറൽ ഇൻഷുറൻസും സർവീസും റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് സർവീസ് കിട്ടിയെങ്കിൽ അവർക്ക് അത് അലൗഡാണ്. അതുപോലെ supply of general insurance services in respect of such motor vehicle, aircraft insured by them.
അലൗഡാണ്. അതായത് ഇൻഷുറൻസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ അവർക്കും ഈ പറഞ്ഞ സാധനം അലൗഡാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനറൽ ഇൻഷുറൻസ്, സർവീസ് ആൻഡ് മെയിൻ്റനൻസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, ഈ പറഞ്ഞ സർവീസുകൾ ആർക്ക് 13 പേരിൽ താഴെയുള്ള പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിരിക്കുന്ന മോട്ടോർ വെഹിക്കിളിനും വെസലിനും എയർക്രാഫ്റ്റിനും ബ്ലോക്ക് ക്രെഡിറ്റ്. പക്ഷേ നേരത്തെ അലൗഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഇത് ഫർദർ സപ്ലൈ നടത്തുന്ന ആൾക്കാർ, ട്രെയിനിങ് സർവീസ് കൊടുക്കുന്ന ആൾക്കാർ, മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാർ, അതിനകത്ത് ഈ പറഞ്ഞ ടാക്സബിൾ സപ്ലൈ, നമ്മൾ ഈ അലൗഡ് ആയിട്ടുള്ള സപ്ലൈ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ജനറൽ ഇൻഷുറൻസും സർവീസും മെയിൻ്റനൻസും ഒക്കെ അലൗഡാണ്. പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് വായിക്കാം. നിങ്ങളത് അലൗഡ് ആണോ അല്ലയോ എന്ന് എടുത്ത് പറയണം. ശരി, നോക്കിക്കോ. എ കാർ ആൻഡ് എ ബസ്, ഒരു കാറും വാങ്ങി ഒരു ബസ്സും വാങ്ങി. യൂസ്ഡ് ഫോർ എംപ്ലോയി ട്രാൻസ്പോർട്ടേഷൻ. കാർ സീറ്റിംഗ് കപ്പാസിറ്റി ഇസ് 10. കാറിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 10 ആണ്. ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ആസ് നോർമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാറും വാങ്ങി ഒരു ബസ്സും വാങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. കാറിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 10 താഴെയാണ്. അലൗഡ് ആണോ? അലൗഡ് അല്ല. നിങ്ങൾ നോക്കി, കാർ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടോർ വെഹിക്കിൾ അല്ലേ? അതെ, 13 പേരിൽ താഴെയാണ്, അല്ലെങ്കിൽ 13 പേര് ഈക്വൽ ടു ഓർ ലെസ് ദാൻ 13 പേരാണെങ്കിൽ എന്താണ്? അത് അലൗഡ് അല്ല. നമ്മൾ പഠിച്ചല്ലേ. പക്ഷേ അത് ഫർദർ സപ്ലൈ നടത്താനായിട്ട് കാർ മേടിച്ച് വീണ്ടും മറച്ചു വയ്ക്കാനായിട്ടാണോ? അല്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയത്? എംപ്ലോയീസിന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ? അല്ല. ട്രെയിനിങ് സർവീസ് കൊടുക്കാനാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് കാർ നോട്ട് അലൗഡ്. ITC നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബസ് വാങ്ങിയതോ അതിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? അത് 13 പേരിൽ കൂടുതലാണ് അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, അപ്പോൾ 13 പേരിൽ താഴെയാണെങ്കിൽ അതൊന്നുകിൽ ഫർദർ സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ആയിരിക്കണം. ഇത് പാസഞ്ചർ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ എംപ്ലോയീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും നോട്ട് അലൗഡ്. ശരി, അടുത്ത ക്വസ്റ്റൻ നോക്കാം. ട്രക്സ് യൂസ്ഡ് ഫോർ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ അലൗഡ് ആണോ നോട്ട് അലൗഡ് ആണോ? ട്രക്സ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അലൗഡാണ്. ഓക്കെ, ശരി. അടുത്ത, മോട്ടോർ വെഹിക്കിൾ പർച്ചേസ്ഡ് ബൈ ഓതറൈസ്ഡ് ഡീലർ. ഒരു ഓതറൈസ്ഡ് ഡീലർ മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ദിയ മോട്ടോഴ്സിൻ്റെ എക്സാമ്പിൾ. ദിയ മോട്ടോഴ്സ് ആണ് ഓതറൈസ്ഡ് ഡീലർ. മേടിക്കുന്ന ആരെയായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ ഹീറോ ഹോണ്ടയുടെ എന്നായിരിക്കും വണ്ടി മേടിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫർദർ സപ്ലൈ. അലൗഡ് ആണോ നോട്ട് അലൗഡ് ആണോ? അലൗഡ്. ശരി, അടുത്ത് നോക്കിയോ. ബസ് യൂസ്ഡ് ബൈ എ ട്രാവൽ കമ്പനി ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. ഒരു ബസ് ട്രാവൽ കമ്പനി യൂസ് ചെയ്തു ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. അത് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് എന്ന് പറയണ്ട, കാരണം ബസ് യൂസ് ചെയ്യുന്ന എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. അടുത്ത, മോട്ടോർ കാർ സീറ്റിംഗ് കപ്പാസിറ്റി ലെസ് ദാൻ 5. സീറ്റിംഗ് കപ്പാസിറ്റി ലെസ് ദാൻ 5 ആണ്. യൂസ്ഡ് ബൈ സപ്ലയർ ഓഫ് ടാക്സി സർവീസസ്. ഒരു ടാക്സി സർവീസ് കൊടുക്കുന്ന ആൾ ഒരു 5 പേരിൽ താഴെ ഇരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ വാങ്ങി. 5 പേരിൽ താഴെ ഇരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ അത് ബ്ലോക്ക് ക്രെഡിറ്റാണ്. പക്ഷേ അത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ എന്ന് പറയുന്ന ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അലൗഡ്. ഓക്കെ, അടുത്ത്, എയർക്രാഫ്റ്റ് പർച്ചേസ്ഡ് ബൈ ഇൻഡിഗോ അലൗഡ് ആണോ നോട്ട് അലൗഡ് ആണോ? അലൗഡ്. ശരി, അടുത്ത, എയർക്രാഫ്റ്റ് യൂസ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇംപാർട്ടിംഗ് നാവിഗേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് ഫോർ പൈലറ്റ്സ് അലൗഡ് ആണ്. അതുപോലെ മോട്ടോർ വെഹിക്കിൾ യൂസ്ഡ് ബൈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അലൗഡ് ആണ്. അതുപോലെ ട്രക്ക് യൂസ്ഡ് ബൈ GTA ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻറ്റ് ട്രക്ക് യൂസ് ചെയ്തു, അലൗഡ് ആണ്. ട്രക്ക് യൂസ്ഡ് ബൈ ബിൽഡേഴ്സ് ഫോർ കൺസ്ട്രക്ഷൻ അലൗഡ് ആണ്. അതുപോലെ JCB അലൗഡ്. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലായില്ലേ സംഭവം എന്താണെന്ന്? മനസ്സിലായില്ലേ? ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ മോട്ടോർ വെഹിക്കിൾ 13 പേരിൽ താഴെയാണ്. അത് നമ്മൾ എംപ്ലോയീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ നോട്ട് അലൗഡ്. മാനേജിംഗ് ഡയറക്ടറിന് കൊടുക്കാനാണെങ്കിൽ നോട്ട് അലൗഡ്. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇതൊക്കെ അവരുടെ സാലറിയുടെ ഒരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ചില്ലേ, കാർ പെർക്യൂസിറ്റ്. ഒരു എംപ്ലോയിക്ക് നമ്മൾ കാർ കൊടുക്കുകയാണെങ്കിൽ അത് കാർ പെർക്യൂസിറ്റാണ്. അത് അവൻ്റെ സാലറിയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ GST ബെനിഫിറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ITC അലൗഡാണ്. ആ ബിസിനസ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫർദർ സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ചെയ്യാം, അല്ലെങ്കിൽ അത് ട്രെയിനിങ് അല്ലെങ്കിൽ നാവിഗേഷൻ സർവീസ് അങ്ങനെ എന്തെങ്കിലുമുള്ള പരിപാടി കൊടുക്കുകയാണെങ്കിൽ അലൗഡാണ്. പിടിയിട്ട് അല്ലാതെ MDക്ക് കൊടുത്തു, മാനേജിംഗ് ഡയറക്ടറിന് കൊടുത്തു, ഗിഫ്റ്റായിട്ട് കൊടുത്തു, എംപ്ലോയീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, നോട്ട് അലൗഡ്. ഓക്കെ, ശരി. ഇപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് നിങ്ങൾ നോക്കിയേ. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പറഞ്ഞു തരട്ടെ. എന്ന് നോക്കി, food, beverages, outside catering, beauty treatment, health services, cosmetics and plastic surgery. Okay, leasing, renting of motor vehicle or vessel or aircraft on which ITC is not allowed, life insurance and health insurance services. പിടിയിട്ടിയ സംഭവം മനസ്സിലായി? നോക്കി, ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെയാണ് ഫുഡ്സ് ആൻഡ് ബെവറേജസ്. ഫുഡും ബെവറേജസും ഔട്ട്സൈഡ് കേറ്ററിംഗ്, ഇതെല്ലാം ഫുഡായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ ഫുഡ് കൊടുത്തു, ബെവറേജ് കൊടുത്തു, ഔട്ട്സൈഡ് കേറ്ററിംഗ് നോട്ട് അലൗഡ്. ഫുഡ് കൊടുത്തു, ബെവറേജ് കൊടുത്തു, ഔട്ട്സൈഡ് കേറ്ററിംഗ് നോട്ട് അലൗഡ്. ഫുഡ് കൊടുത്തു, ബെവറേജ് കൊടുത്തു, ഔട്ട്സൈഡ് കേറ്ററിംഗ് കൊടുത്തു, നോട്ട് അലൗഡ്. പിടിയിട്ടോ? അതുപോലെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്
ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഇപ്പോൾ നമുക്കൊരു ഓഫീസുണ്ട്. ഇതൊരു മോശം പരിപാടിയാണ്, എന്നാലും നമുക്കൊരു ഓഫീസുണ്ട്. ആ ഓഫീസിൻ്റെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന പെൺപിള്ളേർ അടിപൊളിയായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ചിലവിൽ തന്നെ അവർക്ക് ഫേഷ്യൽ ചെയ്യാനും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനും വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ കൊടുക്കണം. ആ പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോഴും അവിടെ GST പേ ചെയ്യേണ്ടി വരത്തില്ലേ? ആ GSTക്ക് ITC എടുക്കാൻ പറ്റുമോ? ഇല്ല, അതിന് ITC എടുക്കാനായിട്ട് പറ്റില്ല. ITC എടുക്കാൻ പറ്റില്ല. അതുപോലെ ഫുഡ്, ബെവറേജസ്, ഔട്ട്സൈഡ് കാറ്ററിംഗ് നമ്മളെടുത്തു, ITC എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ബിസിനസ്സിൻ്റെ 10ാമത്തെ സെലിബ്രേഷനാണ്, 10ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷനാണ്. 10ാം സെലിബ്രേഷന് വേണ്ടി നമ്മൾ ഫുഡ് സെറ്റപ്പ് ചെയ്തു, ബെവറേജസ്, ഡ്രിങ്ക്സ്, കുടിക്കാനുള്ള ഐറ്റംസ്, ഔട്ട്സൈഡ് കാറ്ററിംഗ് നമ്മൾ സെറ്റപ്പ് ചെയ്തു. നമുക്ക് ITC എടുക്കാൻ പറ്റുമോ? ഇല്ല, ITC എടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ഹെൽത്ത് കെയർ സർവീസസ്, ഹെൽത്ത് സർവീസ് കൊടുത്തു, പറ്റത്തില്ല. അതുപോലെ വേറെ സംഭവം ഉണ്ട് കേട്ടോ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതായത് മോട്ടോർ വെഹിക്കിൾ, അത് 13 പേരിൽ താഴെയുള്ള മോട്ടോർ വെഹിക്കിളോ വെസലോ എയർക്രാഫ്റ്റോ വാങ്ങിക്കഴിഞ്ഞാൽ 13 പേരിൽ താഴെയുള്ള മോട്ടോർ വെഹിക്കിളും അതുപോലെ വെസലോ എയർക്രാഫ്റ്റും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ITC കിട്ടത്തില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ പർച്ചേസ് ചെയ്യാണ്ട് ഇത് റെൻറ്റിന് എടുക്കും. അപ്പോൾ ITC എടുത്തൂടെ? അപ്പോൾ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴും ITC നോട്ട് അലൗഡ്, അപ്പോഴും ITC നോട്ട് അലൗഡ്. അതാണ് ഇവിടെ പറയുന്നത്. എന്ത്? ലീസിങ് അല്ലെങ്കിൽ റെൻറ്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഓർ വെസൽസ് ഓർ എയർക്രാഫ്റ്റ് ഓൺ വിച്ച് ITC ഇസ് നോട്ട് അലൗഡ്. കണ്ട, ITC അലൗഡ് അല്ലാത്തത് ഇത്രയും പറയുന്ന ഒന്നാണ്. ITC അലൗഡ് അല്ലാത്ത കുറച്ച് കേസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചില്ലേ? എന്താ? മോട്ടോർ വെഹിക്കിൾ, ആ മോട്ടോർ വെഹിക്കിൾ ലീസിന് എടുത്താലോ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാലോ അവിടെ പേ ചെയ്യുന്ന GSTക്കും ITC നോട്ട് അലൗഡ്. അതുപോലെ ലൈഫ് ഇൻഷുറൻസ്, നമ്മൾ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് നോട്ട് അലൗഡ്, ഹെൽത്ത് ഇൻഷുറൻസ് നോട്ട് അലൗഡ്. ലൈഫ് ഇൻഷുറൻസ് നോട്ട് അലൗഡ്, ഹെൽത്ത് ഇൻഷുറൻസ് നോട്ട് അലൗഡ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ശ്രദ്ധിച്ചേ. ഫുഡ് ആൻഡ് ബെവറേജസ്, ഔട്ട്സൈഡ് കേറ്ററിങ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ്, ഹെൽത്ത് സർവീസസ്, കോസ്മെറ്റിക്സ് ആൻഡ് പ്ലാസ്റ്റിക് സർജറി. ഓക്കെ. അതുപോലെ ലീസിങ്, റെൻറ്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഓൺ വിച്ച് ITC ഹാസ് ബീൻ നോട്ട് അലൗഡ്. അതുപോലെ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതെല്ലാം ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്. ഈ പറഞ്ഞ 8 ഐറ്റംസ് എന്താണ്? ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞേക്കുന്ന ഐറ്റംസ് ഏതെങ്കിലും ഒരു ലീഗൽ ഒബ്ലിഗേഷൻ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അലൗഡ്. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ്റെ ഫലമായിട്ട് കൊടുക്കുന്നെങ്കിൽ ഇത് സംഭവം ഒന്നും മനസ്സിലായില്ല. എന്ത് സംഭവം എന്ന് എനിക്കത് മനസ്സിലായില്ല. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു റൂളുണ്ട്. ഇപ്പോൾ ഒരു മൈൻസ്, ഇപ്പോൾ KGF സിനിമ കണ്ടിട്ടില്ലേ? ആ KGF സിനിമയ്ക്കകത്ത് KGF എന്ന് പറയുന്നത് കുറേ, അതായത് നമ്മൾ ഒരു സിറ്റി ഉണ്ടെങ്കിൽ ആ സിറ്റിയിൽ നിന്ന് കുറേ ഉള്ളിലോട്ട് പോകണം. അതിന് കുറേ കവാടങ്ങളും കാര്യങ്ങളൊക്കെ കടന്ന് കുറേ ഉള്ളിലോട്ട് പോകണം. അവിടെയാണ് മൈൻസ് ഉള്ളത്. ആ മൈൻസിൻ്റെ അടുത്ത് നിന്നാൽ പിന്നെയും കുറേ തുരങ്കം പോലെ കുഴിച്ച് താഴോട്ടും സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതിനടിയിലാണ് ഇവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നത്. അല്ലേ? അതെ. ഇനി ഉച്ചയ്ക്ക് നമ്മളൊരു 1 hour ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ഈ ലഞ്ച് ബ്രേക്കിന് ഇവർ മുകളിൽ പോയി അല്ലെങ്കിൽ അത്രയും ദൂരം വീണ്ടും ട്രാവൽ ചെയ്ത് അവിടുന്ന് ഫുഡ് കഴിക്കുന്ന കാര്യം പോസിബിൾ ആണോ? അല്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് റൂൾ ഇറക്കി, എന്ത്? മൈൻസിലും അല്ലെങ്കിൽ ലോ ആൾട്ടിറ്റ്യൂഡ് റീജിയനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ്, ബെവറേജസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്നാക്സ് ഐറ്റംസ് എല്ലാം നിങ്ങൾ അവിടെ തന്നെ സപ്ലൈ ചെയ്യണം. അത് റൂളാണ്. അങ്ങനെയാണെങ്കിൽ അലൗഡ്. അതുപോലെ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക, ലൈഫ് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക, അലൗഡ്. പിടിയിട്ടോ നോക്കിയേ. When the goods or services are provided by the employer to his employee under statutory obligation, അങ്ങനെയാണെങ്കിൽ അലൗഡ്. അടുത്ത പോയിന്റ് വായിച്ചോക്കി. such goods or services, okay, when used by the registered person for making outward supply of the same category of goods or services, plus ഇവിടെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ഇത് പ്ലസ് as an element of കോമ്പോസിറ്റ് സപ്ലൈ എന്ന് എഴുതിക്കോ. ആസ് എൻ എലമെൻറ്റ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ എന്നും കൂടെ നിങ്ങൾ എഴുതി വെച്ചോ. എന്ത് സംഭവം എന്നറിയാമോ? അതായത് ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ മേടിക്കുന്നത് അതുപോലെ അതേ കാറ്റഗറി ഓഫ് ഗുഡ്സ് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്ത് ഒരു കോമ്പോസിറ്റ് സപ്ലൈയുടെ ഒരു എലമെൻ്റോ ആയിട്ടാണ്. എന്ത് സംഭവം? മനസ്സിലായില്ല. അതായത് ഈ പറഞ്ഞ ഫുഡും ബെവറേജസും ഒക്കെ നിങ്ങൾ മേടിക്കുന്നത് റീസപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ കടയിലിരിക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസും, പാക്ഡ് ഫുഡ് ഐറ്റംസും ബെവറേജസും, പെപ്സി, കൊക്കക്കോള, മിറിൻഡ, കുറേ ഡ്രിങ്ക്സ് ഉണ്ട്. അതുപോലെ കാവിൻസ്, ഫ്രൂട്ടി, കുറേ ഐറ്റംസ് ഉണ്ട്. അതുപോലെ ലേസ്, ചിപ്സ്, ബിസ്ക്കറ്റ്, സ്നാക്സ് ഐറ്റംസ് കുറേ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കടക്കാർ മേടിച്ച് വെച്ചേക്കല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫുഡും ബെവറേജസും ഒന്നിനും എന്തല്ല ITC അലൗഡ് അല്ല. പക്ഷേ ഇവരിത് മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെയിം നേച്ചറിൽ വീണ്ടും റീസപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ITC അലൗഡ്. പിടിയിട്ടോ. അതുപോലെ ആസ് എൻ എലമെന്റ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ ഓൾറെഡി പഠിച്ചല്ലേ. ഞാൻ പറഞ്ഞു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ ഇവിടുന്ന് കാനഡയിലേക്ക് പോകാം. മോർ ദാൻ 12 hours ആണ് നമ്മുടെ ട്രാവലിംഗ് ടൈം വരുന്നത്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തും കൂടി പ്രൊവൈഡ് ചെയ്യും? ഫുഡ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യും. ഫുഡ് കൂടി പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് നമ്മുടെ എയർ ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് 1 lakh rupees.
കണ്ടോ, നമ്മൾ 1 lakh rupees പേ ചെയ്യും. അവിടുത്തെ കോർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് വേറെ കുറേ സർവീസും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. ഒരു കോമ്പോസിറ്റ് സപ്ലൈ പോലെ. എന്താ, ഒന്ന് ട്രാവൽ, നമ്മുടെ ലഗേജ് കൊണ്ടുപോകുക എന്നുള്ളത്, നമുക്ക് ചെറിയൊരു ഇൻഷുറൻസ്, അതുപോലെ അതിൻ്റെ കൂടെ ഫുഡും ബെവറേജസും നമുക്ക് എന്ത് ചെയ്യും, അവർ പ്രൊവൈഡ് ചെയ്തു തരും. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫുഡും ബെവറേജസും മേടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അതുപോലെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആസ് എൻ എലമെൻറ്റ് ഇൻ കോമ്പോസിറ്റ് സപ്ലൈ, ഒരു എലമെൻറ്റ് കോമ്പോസിറ്റ് സപ്ലൈയുടെ ഒരു എലമെൻറ്റായിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കും ITC അലൗഡ്. പിടിയിട്ട്. അപ്പോൾ എന്നിട്ട് പറഞ്ഞേ ഫുഡ് ബെവറേജസ് സെയിം ഒരു ഐറ്റം, ഒരു നേച്ചർ ഓഫ് ഐറ്റം. അടുത്ത ഔട്ട്സൈഡ് കേറ്ററിംഗ്, അതും മറ്റേതിൻ്റെ കൂടെ തന്നെ വരും. ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് സർവീസസ്, കോസ്മെറ്റിക്സ് ആൻഡ് പ്ലാസ്റ്റിക് സർജറി, ലീസിംഗ് റെൻറ്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഓർ വെസൽ ഓർ എയർക്രാഫ്റ്റ് ഓൺ വിച്ച് ITC ഹാസ് ബീൻ നോട്ട് അലൗഡ് ഇൻ മുകളിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സിൽ. അതുപോലെ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം ഡിസലൗഡ് ആണ്. ഈ പറഞ്ഞ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഫുഡും ബെവറേജ്, ഔട്ട്സൈഡ് കാറ്ററിംഗും കോസ്മെറ്റിക്സും ഹെൽത്ത് കെയർ സർവീസ് ഒക്കെ കൊടുക്കുന്നത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ്റെ ഫലമായിട്ടാണെങ്കിൽ അലൗഡ്. അതുപോലെ ഈ മൈൻസിൽ, കോൾ മൈൻസിൽ, അതുപോലെ ഷിപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വർഷത്തിൽ 2 തവണ ഒരു ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. ഒരു ലീഗൽ ഒബ്ലിഗേഷനാണ്, അലൗഡ്. പിടിയോ, മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സാധനം നോക്കിയേ, എൻ്റെ ഇവിടെ പറയാൻ നോക്കിയേ, മെമ്പർഷിപ്പ് ഓഫ് ക്ലബ്. എന്താ നോക്കിയേ, മെമ്പർഷിപ്പ് ഓഫ് ക്ലബ്, ഹെൽത്ത് ഓർ ഫിറ്റ്നസ് സെൻറ്റേഴ്സ്. മെമ്പർഷിപ്പ് ഓഫ് ക്ലബ്ബ്, ഹെൽത്ത് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻറ്റേഴ്സ്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ നല്ല നല്ല കമ്പനികളിലൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ കമ്പനികൾ നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ പോയി അടിച്ചു പൊളിക്കാനായിട്ട് ക്ലബ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ ഓക്കെ ആവാനായിട്ട് യോഗ ക്ലാസ്സുകൾ, അതുപോലെ ഫിറ്റ്നസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്റേഴ്സ്, ഫിറ്റ്നസ് ജിമ്മുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മെമ്പർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യും. ആ മെമ്പർഷിപ്പ് പേ ചെയ്യുമ്പോൾ അവർ GST കൂടി പേ ചെയ്യേണ്ടി വരത്തില്ലേ? ആ GST നോട്ട് അലൗഡ്. പക്ഷേ ഈ പറഞ്ഞ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ക്ലബ് ഫെസിലിറ്റി, ഫിറ്റ്നസ് സെൻറ്ററിലേക്കുള്ള മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കണം, അവർക്ക് അങ്ങനെ ഒരു സാധനം കൊടുക്കണം എന്നുള്ളത് ലീഗൽ ഒബ്ലിഗേഷൻ ആണെങ്കിൽ അലൗഡ്. പിടിയിട്ടു. അതങ്ങനെ ലീഗൽ ഒബ്ലിഗേഷൻ പറഞ്ഞാൽ എക്സാമ്പിൾ പറയട്ടെ, നിങ്ങൾ മൈ ബോസ് സിനിമ കണ്ടിട്ടില്ലേ? മൈ ബോസ്, അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഓഫീസിൽ നിന്ന് ജോലി ചെയ്യും. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഓഫീസ് ചെയ്യും ജോലി. അതിനുശേഷം ഞായറാഴ്ച എല്ലാവരും കൂടെ വീക്കെൻഡിൽ പബ്ബിലൊക്കെ പോയി അടിച്ചു പൊളിക്കുന്ന ദിലീപും അവരെല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അവിടെ ആരൊക്കെ വരും? അവിടെ ഹയർ ഓഫീഷ്യൽസും വരും, ലോവർ ഓഫീഷ്യൽസും, അവിടെ ക്ലബ്ബിൽ അവിടെയുള്ള എല്ലാ ആൾക്കാരും വരും. ഒരു കമ്പനി ചുമ്മാ അങ്ങനെ കൊടുക്കുമോ? ഇല്ല. എന്ത് വേണ്ടിയിട്ടായിരിക്കും? ഇപ്പോൾ ഈ IT സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര വീക്കാണ്, അവരുടെ ഫിസിക്കൽ ഹെൽത്ത് അതിനെക്കാട്ടും വീക്കാണെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര അവേഴ്സിനുള്ളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ഒരു ക്ലബ് ഫെസിലിറ്റി, വീക്കെൻഡിൽ ഒരു ഇങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട്, ലേബർ കോൺട്രാക്റ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പിന് ITC അലൗഡാണ്. പിടിയോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ മൈ ബോസിൻ്റെ കമ്പനിയിലെ, മൈ ബോസ് സിനിമയിൽ ദിലീപ് വർക്ക് ചെയ്യുന്ന കമ്പനി, അവരൊരു ലീഗൽ ഒബ്ലിഗേഷൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്യുന്നത്, ഈ ക്ലബിലേക്കുള്ള മെമ്പർഷിപ്പ് ഫ്രീ എൻട്രി കൊടുക്കുന്നതെങ്കിൽ ITC അവർക്ക് യൂസ് ചെയ്യാം. പിടിയോ, മനസ്സിലായോ? ഓക്കെ, ശരി, ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എക്സാമ്പിൾ പറയട്ടെ, നിങ്ങൾ നോക്കി, ഇൻവേർട്ട് സപ്ലൈ ഓഫ് ഫുഡ്സ് ആൻഡ് ബെവറേജസ് ടു എ സപ്ലയർ ഹു ഈസ് പ്രൊവൈഡിങ് റെസ്റ്റോറൻറ്റ് സർവീസ്. ഒരു റെസ്റ്റോറൻറ്റ് സർവീസ് നടക്കുന്ന, ഒരു ഹോട്ടലിൽ നടത്തുന്ന ഒരാൾ ഇൻവേർട്ട് സപ്ലൈ നടത്തുകയാണ് എന്തിൻ്റെ, ഫുഡിൻ്റെയും ബെവറേജിൻ്റെയും. അപ്പോൾ അതവർ സെയിം സെക്ടറിൽ, സെയിം കാറ്റഗറിയിൽ ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അതെ, അവർക്ക് അലൗഡാണ്. അതുപോലെ ഇൻവേർട്ട് സപ്ലൈ ഓഫ് ഫുഡ് ആൻഡ് ബെവറേജസ് ബൈ റിലയൻസ് ഫ്രഷ്, സൂപ്പർ മാർക്കറ്റ് ചെയിനല്ലേ, ഫുഡും ബെവറേജും അതുപോലെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ITC അലൗഡാണ്. അതുപോലെ ഇൻവേർട്ട് സപ്ലൈ ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് ടു എ മാനുഫാക്ചറർ, ട്രേഡർ. ഒരു മാനുഫാക്ചറോ ട്രേഡറോ എന്ത് ചെയ്തു ഒരു ഹെൽത്ത് കെയർ സർവീസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളും എടുത്തു, ITC അലൗഡാണോ? അലൗഡല്ല. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ആസ് എ ലീഗൽ ഒബ്ലിഗേഷൻ, ഒരു ലീഗൽ ഒബ്ലിഗേഷൻ്റെ ഫലമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവർക്കത് അലൗഡാണ്. അതുപോലെ ഇൻവേർട്ട് സപ്ലൈ ഓഫ് ഫുഡ് പാക്കറ്റ്സ് ടു എയർലൈൻസ് അലൗഡാണോ? അലൗഡാണ്. അതുപോലെ ഇൻവേർട്ട് സപ്ലൈ ഓഫ് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് ബൈ എ ഫേം ഓഫ് പ്രൊഡക്ഷൻ കമ്പനി. കണ്ടോ, ഒരു പ്രൊഡക്ഷൻ കമ്പനീസ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബോളിവുഡിൽ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് വർമ്മ പ്രൊഡക്ഷൻ. നമ്മുടെ വർമ്മ ഫിലിം ഹൗസ് ഇല്ലേ, അത്, അല്ലെങ്കിൽ യശ്രാജ് പ്രൊഡക്ഷൻ ഹൗസ്. അവരെന്ത് ചെയ്തു, അവരുടെ ആക്ടേഴ്സിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനായിട്ട്, അവരുടെ ഏജൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവർക്ക് വേണ്ടി പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക്സ് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവർക്ക് അലൗഡാണോ? അത് അല്ല. ഈവൻ ഇഫ് അത് ബിസിനസ് പർപ്പസ് ആണെങ്കിൽ പോലും നോട്ട് അലൗഡ്. ശരി, ഓക്കെ, ശരി, മനസ്സിലായി. ഓക്കെ, ഇതിൽ അത്രേ ഉള്ളൂ എക്സാമ്പിൾ. ഇനി അടുത്ത ഐറ്റം എന്താ പറയുന്നത്, നിങ്ങൾ നോക്കി, അടുത്ത ഐറ്റം പറയുന്നത് നോക്കി. ട്രാവൽ ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ടു എംപ്ലോയി ഓൺ വെക്കേഷൻ സച്ച് ആസ് ലീവ് ട്രാവൽ കൺസെഷൻ. അതായത് ട്രാവൽ ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യും.
എംപ്ലോയീസിന് പല സിറ്റുവേഷനിലും പല നല്ല കമ്പനികളൊക്കെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങളൊരു മിഡിൽ ലെവലിന് മുകളിലോട്ടുള്ള മാനേജ്മെൻറ്റ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ ഒരു ദിവസം നിങ്ങളുടെ ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യാനുള്ള എല്ലാ ചിലവുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യും. ട്രാവൽ ചെയ്യാനുള്ള എല്ലാ ചിലവുകളും മിക്ക കമ്പനികളും പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു, GST ഉണ്ട്. അതുപോലെ ഫുഡ് കഴിക്കുന്നു, GST ഉണ്ട്. ഏതെങ്കിലും അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ കയറുന്നു, GST ഉണ്ട്. ഈ ബില്ലെല്ലാം കൊണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് സബ്മിറ്റ് ചെയ്യും, നമ്മുടെ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യും. കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് ആ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് തരും. ആ ബില്ലുകളുടെ GST പോർഷൻ ITC എടുക്കാൻ പറ്റുമോ? ഇല്ല, ITC എടുക്കാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് പറയാണ് നിങ്ങളുടെ എംപ്ലോയീസിനെല്ലാം നിങ്ങൾ വർഷത്തിൽ ഒരു ദിവസം ഉറപ്പായിട്ടും ട്രിപ്പിന് വിടണം എന്ന് പറയുകയാണെങ്കിൽ അതൊരു ലീഗൽ ഒബ്ലിഗേഷൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അവർക്ക് എന്തെടുക്കാൻ പറ്റും? ITC എടുക്കാനായിട്ട് പറ്റും. ITC എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, വെൻ സച്ച് സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ ടു ഇറ്റ്സ് എംപ്ലോയി അണ്ടർ ആ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണെങ്കിൽ ITC എടുക്കാം. പിടികിട്ടിയോ? ലീവ് ട്രാവൽ കൺസെഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. ലീവ് ട്രാവൽ കൺസെഷൻ എവിടെ പഠിച്ചാൽ? ഇൻകം ടാക്സിൽ ഓൾറെഡി നമ്മൾ പഠിച്ച ആ ലീവ് ട്രാവൽ കൺസെഷൻ്റെ എങ്ങനെയാണ് ടാക്സ് എടുക്കേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ചാൽ. ഓക്കെ, ആ ലീവ് ട്രാവൽ കൺസെഷനിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ കയ്യിൽ കൊണ്ട് ബില്ല് കൊടുക്കും. ബില്ലിൻ്റെ എമൗണ്ട് നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. ആ ബില്ലിൻ്റെ GST പോർഷൻ ITC അലൗഡ് ആണോ? അലൗഡ് അല്ല. നോർമൽ കേസിൽ അലൗഡ് അല്ല. പക്ഷേ ലീഗൽ ഒബ്ലിഗേഷൻ അവർ എടുത്ത് പറയുകയാണെങ്കിൽ അലൗഡ്. മാത്രം അലൗഡ്. പിടികിട്ടിയോ? മനസ്സിലായി. സിമ്പിൾ പോയിന്റ് ആണ്, ഇത് മനസ്സിലാക്കാൻ എത്ര പാടൊന്നുമില്ല. ഇനി അടുത്ത കാര്യം നോക്കി, വർക്ക്സ് കോൺട്രാക്ട് സർവീസ്. അതാണ് വർക്ക്സ് കോൺട്രാക്ട് സർവീസ്. മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നിങ്ങൾക്കൊരു വീട് വെക്കണം. നിങ്ങൾക്ക് എന്ത് വെക്കണം? ഒരു വീട് വെക്കണം. വീട് വെക്കാനായിട്ട് സപ്ലൈ ഓഫ് ഗുഡ്സും ഉണ്ട്, സപ്ലൈ ഓഫ് സർവീസും ഉണ്ട്. സപ്ലൈ ഓഫ് ഗുഡ്സും സപ്ലൈ ഓഫ് സർവീസും ഒരുപോലെ ഉണ്ട്. അതായത് വീട് വെക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുഡ്സ് വേണം? സിമെൻറ്റ് വേണം, കമ്പി വേണം, മെറ്റൽ വേണം, സാൻഡ് വേണം, അല്ലെങ്കിൽ കുറേ വൈറ്റ് സിമെൻറ്റ് വേണം, പെയിൻറ്റ് വേണം. അതിന് വേണ്ട കുറേ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫിക്സ്റ്റേഴ്സ് കുറേ ഐറ്റംസ് ഉണ്ട്, ഇലക്ട്രോണിക്കൽ ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഗുഡ്സുകൾ വേണം. അത് കൂടാണ്ട് സർവീസും വേണം. സർവീസും വേണം. എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ കുറേ സർവീസ് ഉണ്ട്. ലേബർ സർവീസുകളുണ്ട്, അവരുടെ ഫിറ്റിങ്സ് ഉണ്ട്. അങ്ങനെ കുറേ ലേബർ സർവീസും കൂടെ വേണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോൺട്രാക്ട് കൊടുക്കും. അതിനെ എന്ത് വിളിക്കും? വർക്ക്സ് കോൺട്രാക്ട് എന്ന് വിളിക്കും. ഇത് ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾ 3 പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഷെഡ്യൂൾ 3 അല്ല, ഷെഡ്യൂൾ 2 പഠിച്ചപ്പോൾ പഠിച്ച. ഷെഡ്യൂൾ 2 ഏറ്റവും അവസാനം വർക്ക്സ് കോൺട്രാക്ട്. അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണെന്ന് പഠിച്ചത്. എന്താണ്? സപ്ലൈ ഓഫ് സർവീസ് ആണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതെന്താണ് സപ്ലൈ ഓഫ് സർവീസ്? ആ വർക്ക്സ് കോൺട്രാക്ട് എന്തിന് പുറത്ത് കൊടുക്കുന്ന വർക്ക്സ് കോൺട്രാക്ട്? നോക്കി, എന്തിന് പുറത്ത് കൊടുക്കുന്ന വർക്ക്സ് കോൺട്രാക്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്താണ്? വർക്ക്സ് കോൺട്രാക്ട് സർവീസസ് സപ്ലൈഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. കണ്ടോ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നോട്ട് അലൗഡ്. പിടികിട്ടിയോ? അതായത് ഒരു ബിൽഡിങ്, ഒരു ഫാക്ടറി, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ പണിയാണെങ്കിൽ നോട്ട് അലൗഡ്. പക്ഷേ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ അലൗഡ്. കണ്ടോ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കാണ് നിങ്ങൾ വർക്ക്സ് കോൺട്രാക്ട് കൊടുക്കുന്നെങ്കിൽ അലൗഡ്. പിടികിട്ടിയോ? ഈ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ, നമ്മുടെ നോർമൽ കൺസ്ട്രക്ഷൻ, റെനോവേഷൻ, ഓൾട്രേഷൻ, അഡിഷൻ, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും കൺസ്ട്രക്ഷനകത്ത് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ജോബ് കോൺട്രാക്ട് കൊടുക്കുകയാണ്. ജോബ് കോൺട്രാക്റ്റിംഗ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ കൺസ്ട്രക്ഷൻ മാത്രമല്ല, അത് റെനോവേറ്റ് ചെയ്യാണ്, റീകൺസ്ട്രക്ട് ചെയ്യാണ്, അഡിഷൻ ചെയ്യാണ്, ഓൾട്രേഷൻ ചെയ്യാണ്. ഇതിനെല്ലാം കൺസ്ട്രക്ഷൻ എന്ന് പറയാം. ഇപ്പോൾ പെയിൻറ്റ് അടിക്കുകയാണ്, ജോബ് കോൺട്രാക്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു റൂം ഇറക്കുകയാണ്, ജോബ് കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ മുകളിൽ നമ്മൾ ഷീറ്റ് ഇടുകയാണ്, ജോബ് കോൺട്രാക്റ്റ് ആണ്. പിടികിട്ടിയോ? അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ ബ്ലോക്ക് ക്രെഡിറ്റ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കിട്ടും. പക്ഷേ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താ നോക്കി? പ്ലാന്റ് ആൻഡ് മെഷീനറി മീൻസ് കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീനറി ഫിക്സ്ഡ് ടു ദ ലാൻഡ് ആണ്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ സ്ട്രക്ചർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തരട്ടെ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കകത്ത് ഓൾവേസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ത് ചെയ്യണം? സച്ച് ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ സപ്പോർട്ട്സ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു ഫൗണ്ടേഷനോ സ്ട്രക്ചറൽ സപ്പോർട്ടോ, ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഇരിക്കുന്ന ഒരു ബേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ സപ്പോർട്ട്, അതെല്ലാം നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന ഡെഫിനേഷൻ്റെ ഉള്ളിൽ വരും. പിടികിട്ടിയോ? അപ്പോൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഒരു 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 പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, പ്ലാറ്റ്ഫോമിൽ കമ്പിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വെച്ച് ഒരു ഷീറ്റൊക്കെ ഇട്ട് അത് പ്രൊട്ടക്ട് ചെയ്തെല്ലാം ഓക്കെ ആക്കി. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന വർക്ക്സ് കോൺട്രാക്ട് ആണെങ്കിൽ അലൗഡ്. പിടികിട്ടിയോ? ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സ്ക്ലൂഡ് ചെയ്യുന്ന എന്താണെന്ന് നോക്കിയാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് എന്താണെന്ന് നോക്കി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓർ സിവിൽ സ്ട്രക്ചർ. ഒരു ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ സിവിൽ സ്ട്രക്ചറോ ആണെങ്കിൽ നോട്ട് അലൗഡ്. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സ്. പിടികിട്ടോ? നമ്മുടെ എയർടെൽ, അതുപോലെ ഐഡിയ, അതിൽ ജിയോ, ഇതുപോലുള്ള കമ്പനികൾക്കെല്ലാം എന്തുണ്ട്? ടവേഴ്സ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സ് ഉണ്ട്. ഈ ടവേഴ്സ് ഈവൻ ഇഫ് അവർ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് എന്ത് കിട്ടത്തില്ല? ITC കിട്ടത്തില്ല. പിടികിട്ടോ? കാരണം പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന ഡെഫിനേഷനകത്ത് നമ്മൾ എന്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്? ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ പൈപ്പ് ലൈൻസ് ലെയ്ഡ് ഔട്ട്സൈഡ് ദ ഫാക്ടറി പ്രൊമൈസസ്. ഫാക്ടറിയുടെ പുറത്തിടുന്ന പൈപ്പ് ലൈൻസ്,
അതും പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഭാഗമല്ല. പക്ഷേ ഫാക്ടറിയുടെ അകത്തിരുന്ന പൈപ്പ് ലൈൻസ് ആണെങ്കിലും അത് അലൗഡാണ്. ഫാക്ടറിയുടെ അകത്തിരുന്ന പൈപ്പ് ലൈൻസ് ആണെങ്കിൽ അത് അലൗഡാണ്. പിടിയോ? മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. വർക്ക്സ് കോൺട്രാക്ട് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, വർക്ക്സ് കോൺട്രാക്ട് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി നോട്ട് അലൗഡ്, ബ്ലോക്ക് ക്രെഡിറ്റ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ആണെങ്കിലോ അലൗഡാണ്, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ആണെങ്കിലോ അലൗഡാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്ലൂഡ്സ് എന്ത്? ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ സപ്പോർട്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കാൻ വരുന്നുള്ളൂ. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് ഫിക്സഡ് ടു ലാൻഡ് ആണ്, അത് ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഉണ്ട്, യൂസ്ഡ് ഫോർ മേക്കിംഗ് ഔട്ട്വേർഡ് സപ്ലൈ ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നൊക്കെ പറയുന്നത്. ചുമ്മാ വായിച്ച് നോക്കിക്കോ. ഇനി അതുപോലെ വേർ ദ ഇൻപുട്ട് സർവീസ് ഈസ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് വർക്ക്സ് കോൺട്രാക്ട് ആണെങ്കിൽ അലൗഡാണ്. ഇത് പച്ച കളറിലല്ലേ നമ്മൾ എഴുതേണ്ടത്. വേർ ദ ഇൻപുട്ട് സർവീസ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് വർക്ക്സ് കോൺട്രാക്ട് ആണെങ്കിൽ അലൗഡാണ്. എന്താ സംഭവം? മനസ്സിലായില്ല? അതായത് ഈ വർക്ക്സ് കോൺട്രാക്ട് എടുക്കുന്നത് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അലൗഡാ. മനസ്സിലായില്ല? നിങ്ങൾക്കിത് മനസ്സിലായില്ല ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പറഞ്ഞുതരാം. അതായത് നിങ്ങൾ നോക്കണം. അതായത് ഞാനൊരു ബിൽഡിങ് പണിയാനായിട്ട്, ഞാൻ ഈ ഒരു ബിൽഡിങ് പണിയാനായിട്ടാണ് വർക്ക്സ് കോൺട്രാക്ട് എടുത്തത്. ഞാൻ ഈ ബിൽഡിങ് ഇതാണ് ആ ബിൽഡിങ്, കണ്ടോ? അടിപൊളി ബിൽഡിങ്ങാണ്. എനിക്ക് കുറേ നിലയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ ബിൽഡിങ്. ഓക്കെ, ഈ ബിൽഡിങ് പണിയാനായിട്ടാണ് വർക്ക്സ് കോൺട്രാക്ട് ഞാൻ ഏറ്റെടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ഞാനാണെന്ന് വെച്ചു. അപ്പോൾ സപ്പോസ് റെസിപ്പിയൻ്റ് ഞാനാണ്. സപ്ലയർ എന്ന് പറഞ്ഞാൽ അസറ്റ് ഹോംസ് ആണ്. അസറ്റ് ഹോംസ് ഞങ്ങളുടെ കമ്പനി ഓഡിറ്റ് ചെയ്യുന്ന ഫേമായിരുന്നു. ഞങ്ങളുടെ ഫേം ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയാണ് അസറ്റ് ഹോംസ്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അസറ്റ് ഹോംസിൻ്റെ അറിയാം. അപ്പോൾ അസറ്റ് ഹോംസ് എന്ന് പറഞ്ഞ ബിൽഡറാണ് സപ്ലയർ. അസറ്റ് ഹോംസ് പറഞ്ഞ ബിൽഡറാണ് സപ്ലയർ. അപ്പോൾ ഈ അസറ്റ് ഹോംസ് ഈ പറഞ്ഞ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് എന്തൊക്കെ വാങ്ങിയാലോ അല്ലെങ്കിൽ വർക്ക്സ് കോൺട്രാക്ട് എന്തൊക്കെ ചെയ്താലോ ITC അലൗഡ് ആണോ? നമുക്ക് ITC അലൗഡ് ആണോ? നമുക്ക് ഒരിക്കലും ITC അലൗഡ് അല്ല. പിടിയിട്ടോ? ഇപ്പോൾ വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൊടുക്കുന്ന സർവീസ്, ഇപ്പോൾ സപ്പോസ് ഈ പറഞ്ഞ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് നമ്മൾ കൊടുക്കുന്ന 2 crores അല്ല, വേണ്ട, ഒരു 25 lakhs, ചെറിയ പരിപാടി എടുക്കാം. 25 ലക്ഷം എന്ന് വെച്ചോ. 25 ലക്ഷം പ്ലസ് ഒരു എത്ര പെർസെൻറ്റ് ഓർമ്മയില്ല, 10% ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 2.5 lakhs, 1,50,000 കൂട്ടുമ്പോൾ 27,50,000 ടോട്ടൽ വാല്യൂ. 27,50,000. ഈ 27,50,000 ആയിരിക്കും നമ്മൾ പേ ചെയ്യുക. 27,50,000 ആയിരിക്കും നമ്മൾ പേ ചെയ്യുക. സപ്പോസ് ഈ ബിൽഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. സ്റ്റിൽ നമുക്ക് എന്ത് അവൈലബിൾ അല്ല? ITC അവൈലബിൾ അല്ല. ITC അവൈലബിൾ അല്ല. ശ്രദ്ധിച്ചാൽ നമുക്കൊരു വർക്ക്സ് കോൺട്രാക്ട്, നമുക്കൊരു ബിൽഡിംഗ് വേണം. ആ ബിൽഡിംഗ് നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. 25 ലക്ഷം രൂപ പ്ലസ് 10% GST ആയിട്ടുള്ള 2,50,000 പേ ചെയ്തു. ഈ 2,50,000 റുപ്പീസിന് നമുക്ക് ഒരിക്കലും എന്തെടുക്കാൻ പറ്റില്ല? GST എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ക്രെഡിറ്റാണ്. വർക്ക്സ് കോൺട്രാക്ട് സർവീസസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അലൗഡാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇല്ലാത്ത ബാക്കിയുള്ള എല്ലാത്തിനും നോട്ട് അലൗഡ്, ബ്ലോക്ക് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ അസറ്റ് ഹോംസിന് പൈസ കൊടുത്തു. അതിൽ GST 10% ഉണ്ട്. നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. നമുക്ക് ഇൻവോയ്സ് ഉണ്ട്, ബിസിനസ് എല്ലാം റിസീവ് ചെയ്തു, എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ITC നോട്ട് അലൗഡ്. കാരണം അത് ബ്ലോക്ക് ക്രെഡിറ്റാണ്. ഇതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയണം? ഈ പറഞ്ഞ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ മെജോറിറ്റി കാര്യങ്ങൾ അപ്രീസിയേറ്റിംഗ് അസറ്റാണ്. ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കത്തില്ലേ? അപ്പോൾ ഇനി പറഞ്ഞ ITC ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് വേറെ കോൺസെപ്റ്റ്. ശരി, ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സബ് കോൺട്രാക്ട് ഉണ്ടെന്ന് വെച്ചോ. ഇതിനുള്ളിൽ എന്തുണ്ട്? ഒരു സബ് കോൺട്രാക്ട് ഉണ്ട്. ശരി, ഇനി നമ്മൾ പറയുന്ന സബ് കോൺട്രാക്ടർ, ഇപ്പോൾ സപ്പോസ് മിസ്റ്റർ ലൈറ്റ് എന്ന് പറയുന്ന കമ്പനി, ഇതാണ് നമ്മുടെ സബ് കോൺട്രാക്ടർ. ആരാണ്? മിസ്റ്റർ ലൈറ്റ് ആണ് നമ്മുടെ കമ്പനി. ഈ അസറ്റ് ഹോംസ് എന്ത് ചെയ്തു? മിസ്റ്റർ ലൈറ്റിനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിനകത്ത് നിങ്ങൾ ഇലക്ട്രിസിറ്റി വർക്ക്സ് മൊത്തം ചെയ്യണം. ടോട്ടൽ എമൗണ്ട് ഒരു 5 lakh rupees കോൺട്രാക്ട് നമ്മൾ ഫിക്സ് ചെയ്യാം. 5 lakh rupees കോൺട്രാക്ട് ഫിക്സ് ചെയ്യാം. സപ്പോസ് 10% ആണ് GST എങ്കിൽ 50,000 രൂപ GST. എല്ലാം കൂടെ നിങ്ങൾക്ക് എത്ര കിട്ടും? 5,50,000 രൂപ കിട്ടും. 5,50,000 രൂപ കിട്ടും. ഓക്കെ അല്ലേ? പിടി കിട്ടിയോ? അപ്പോൾ ഒരു വർക്ക്സ് കോൺട്രാക്റ്റിനകത്ത് തന്നെ മറ്റൊരു വർക്ക്സ് കോൺട്രാക്ട്. ഇവിടുത്തെ വർക്ക്സ് കോൺട്രാക്ട് ആരൊക്കെ തമ്മിലാണ്? ഇവിടുത്തെ സപ്ലയർ ആരാണ്? മിസ്റ്റർ ലൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടുത്തെ സപ്ലയർ. എൻ്റെ പൊന്നെ, മിസ്റ്റർ ലൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടുത്തെ സപ്ലയർ. ഇവിടുത്തെ റെസിപ്പിയൻ്റ് ആരാ? അസറ്റ് ഹോംസ് ആണ് ഇവിടുത്തെ റെസിപ്പിയൻ്റ്. വാല്യൂ സപ്ലൈ എത്ര? 5 ലക്ഷം. GST എത്ര? 50,000 അല്ലേ? അപ്പോൾ അസറ്റ് ഹോംസിന് കിട്ടിയ ഒരു വർക്ക്സ് കോൺട്രാക്ട് അസറ്റ് ഹോംസ് മിസ്റ്റർ ലൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് വീണ്ടും മറിച്ച് വിറ്റു അല്ലേ? അപ്പോൾ ഇവിടുത്തെ റെസിപ്പിയൻ അസറ്റ് ഹോംസ് ആണ്. ഇവിടുത്തെ സപ്ലയർ ആരാ? നമ്മുടെ മിസ്റ്റർ ലൈറ്റ്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടുത്തെ ITC ക്ലെയിം ചെയ്യാൻ പറ്റൂല്ലെന്നാണ് ചോദ്യം. ഈ 50,000 രൂപയുടെ ITC ക്ലെയിം ചെയ്യാൻ പറ്റൂല്ലെന്ന ചോദ്യം. ആർക്ക്? അസറ്റ് ഹോംസിന് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അതായത് അസറ്റ് ഹോംസ്
ഒരു വർക്ക്സ് കോൺട്രാക്ട് എടുക്കുകയാണ് എന്തിനു വേണ്ട ഫോർ ഫർദർ സപ്ലൈ. കണ്ടോ, അസറ്റ് ഹോംസ് 5,50,000 രൂപ ടോട്ടൽ വാല്യൂ ഉള്ള ഒരു വർക്ക്സ് കോൺട്രാക്ട് എടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാ ഫോർ ഫർദർ സപ്ലൈ ടു ആര്, ടു നമ്മൾ അല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ പറയാം, എൻ്റെ ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വർക്ക്സ് കോൺട്രാക്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 50,000 രൂപയ്ക്ക് അസറ്റ് ഹോംസിന് എന്തെടുക്കാൻ പറ്റും, ITC എടുക്കാനായിട്ട് പറ്റും. അസറ്റ് ഹോംസിന് എന്തെടുക്കാൻ പറ്റും, ITC എടുക്കാനായിട്ട് പറ്റും. പിടിയോ, ആ പോയിൻ്റാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ പോയിന്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, എൻ്റെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ, എൻ്റെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയേ, നമ്മൾ പഠിച്ചു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വർക്ക്സ് കോൺട്രാക്ട് ആണ് എന്ത്, കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൊബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. ശരി, ഈ പോയിന്റാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക്. എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, കണ്ടോ, വേർ ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് സർവീസ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് വർക്ക്സ് കോൺട്രാക്ട് സർവീസ്. കണ്ടോ, വർക്ക്സ് കോൺട്രാക്ട് സർവീസിനെ ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇൻപുട്ട് സർവീസ് വാങ്ങിയത് അല്ലേ. അസറ്റ് ഹോംസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഈ കൊടുത്തേക്കുന്ന 5 ലക്ഷം രൂപ പ്ലസ് 50,000 കൂടെ ചേർന്ന് 5,55,000 വാല്യൂ ഉള്ള ആ ഒരു സപ്ലൈ എന്താണ്, അവിടെ ഇൻപുട്ട് സർവീസാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്, ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അലൗഡ് അല്ലേ, അലൗഡാണ്. ആർക്ക് അലൗഡാണ്, അസറ്റ് ഹോംസിന് അലൗഡാണ്. അപ്പോൾ എനിക്കത് അലൗഡാണോ, എനിക്ക് ITC നോട്ട് അലൗഡ്. പിടിയോ. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നടക്കാം. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് സാഗർ, എനിക്ക് എത്ര രൂപയാണ് ഞാൻ GST ആയിട്ട് പേ ചെയ്യുന്ന, ഒരു 2,50,000 rupees അല്ലേ GST പേ ചെയ്യുന്ന. GST ഇതിന് ITC നോട്ട് അലൗഡ്. സംശയമുണ്ടോ, ഇല്ല. ഇനി നിങ്ങൾ ഈ ഒരു കേസ് നോക്കി, അസറ്റ് ഹോംസ് മിസ്റ്റർ ലൈറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രിഫിക്കേഷൻ പരിപാടി വാങ്ങിച്ച്, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 50,000 rupeesന് ITC അലൗഡ്. ITC അലൗഡ്. ആർക്ക് അലൗഡ്, അസറ്റ് ഹോംസിന് അലൗഡ്. അസറ്റ് ഹോംസിന് അലൗഡ്. പിടിയോ. ഇത് റിയൽ വേൾഡിൽ ഞാൻ മനസ്സിലാക്കിയൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ടാക്സ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്തിലാണ് ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു അനക്ഷർ കൂടി അവിടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആ റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞ അനക്ഷറിനകത്ത് നമ്മൾ ഈ പ്രോപ്പറായിട്ട് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് തപ്പിയപ്പം ഞാൻ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിടിയോ, മനസ്സിലായോ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ബ്ലോക്ക് ക്രെഡിറ്റിനെ പറ്റിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഈ ലിസ്റ്റിനകത്ത് തന്നിരിക്കുന്ന എല്ലാ ഗുഡ്സിനും സർവീസിനും ITC നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരൊറ്റ ഐറ്റം ഒരൊറ്റ വേർഡിങ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരൊറ്റ ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ഈ ക്യാൻസൽ ചെയ്തിട്ടുള്ള ബ്ലോക്ക് ക്രെഡിറ്റ് എല്ലാം നമ്മൾ ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ITC അലൗഡാണ്. ഫസ്റ്റ് പറഞ്ഞ ഐറ്റം ഏതാണ്, മോട്ടോർ വെഹിക്കിൾ. അതിൻ്റെ കപ്പാസിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 ആണെങ്കിൽ ബ്ലോക്ക് ക്രെഡിറ്റ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആണെങ്കിൽ നോട്ട് അലൗഡ്. അപ്പോൾ 13 പേര് ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ 13 പേരുള്ളത് മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് ക്രെഡിറ്റ് നോട്ട് അലൗഡ്. പക്ഷേ മോർ ദാൻ 30 കപ്പാസിറ്റി ഉള്ള വണ്ടിയാണെങ്കിലോ അലൗഡ്. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണെങ്കിലോ അലൗഡ്. ഈ ലെസ് ദാൻ 30 കപ്പാസിറ്റി ഉള്ള വണ്ടി ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലോ അലൗഡ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ എന്ന് പറയുന്ന ബിസിനസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണെങ്കിലോ അലൗഡ്. ഇമ്പാർട്ടേഷൻ അല്ലെങ്കിൽ ഇമ്പാർട്ടിംഗ്, ട്രെയിനിങ്, ഡ്രൈവിംഗ് അല്ലെങ്കിൽ നാവിഗേഷൻ ഓഫ് സച്ച് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ അലൗഡ്. അതുപോലെ വെസൽ എയർക്രാഫ്റ്റ് ആണെങ്കിൽ സെയിം നോട്ട് അലൗഡ്. പക്ഷേ ഫർദർ സപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിൽ അലൗഡ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ആണെങ്കിൽ അലൗഡ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അലൗഡ്. അതുപോലെ ട്രെയിനിങ്, നാവിഗേഷൻ സർവീസ് കൊടുക്കാനാണെങ്കിലും അലൗഡ്. അതുപോലെ ജനറൽ ഇൻഷുറൻസ്, സർവീസ്, റിപ്പയർസ്, മെയിൻ്റനൻസ് ഓഫ് നേരത്തെ ബ്ലോക്ക് ക്രെഡിറ്റിലുള്ള 13 പേര് ഈക്വൽ ടു ഓർ ലെസ് ദാനിലുള്ള മോട്ടോർ വെഹിക്കിളും വെസലും എയർക്രാഫ്റ്റും നോട്ട് അലൗഡ്. പക്ഷേ അത് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അലൗഡ്. എന്ന് പറഞ്ഞാൽ 13 പേരിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള വെഹിക്കിൾസ് ആണെങ്കിൽ അലൗഡ്. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അലൗഡ്. അതുപോലെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ മോർ ദാൻ 13 ആണെങ്കിൽ അലൗഡ്. ഫർദർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അലൗഡ്. ഈ പറഞ്ഞ വെഹിക്കിൾസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അലൗഡ്. അതുപോലെ ജനറൽ ഇൻഷുറൻസ് ഫർദർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അലൗഡ്. ഓക്കെ, ഫുഡ്, ബെവറേജസ്, ഔട്ട്സൈഡ് കേറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി, അതുപോലെ ലീസിംഗ് ആൻഡ് റെന്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഓർ വെസൽസ് ഓർ എയർക്രാഫ്റ്റ് ഓൺ വിച്ച് ITC ഹാസ് ബീൻ നോട്ട് അലൗഡ്. പിന്നെ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസ് സർവീസും ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്. പക്ഷേ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ്റെ ഫലമായിട്ടാണെങ്കിൽ അലൗഡ്. അതുപോലെ ഈ പറഞ്ഞ ഐറ്റംസ് ഒരു ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ സെയിം കാറ്റഗറി അല്ലെങ്കിൽ എലമെൻറ്റ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ അതും അലൗഡ്. ഇനി മെമ്പർഷിപ്പ്, ക്ലബ്ബ്, ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്റേഴ്സ് ഇങ്ങനെയൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നോട്ട് അലൗഡ്. പക്ഷേ ലീഗൽ ഒബ്ലിഗേഷൻ ആണെങ്കിൽ അലൗഡ്. ട്രാവൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം ടു എംപ്ലോയീസ് നോട്ട് അലൗഡ്. പക്ഷേ അത് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ അലൗഡ്. വർക്ക്സ് കോൺട്രാക്ട്, that means construction of immovable property other than in the plant and machinery not allowed. Plant and machinery ആണെങ്കിൽ allowed. Plant and machinery includes then the foundation അല്ലെങ്കിൽ structural support. പിടികിട്ടിയോ? ഇനി വർക്ക്സ് കോൺട്രാക്ട് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ allowed എന്ന് പറഞ്ഞാൽ സബ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സബ് കോൺട്രാക്ട്. ശരി, പ്ലാന്റ് ആൻഡ് മെഷീനറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറ്റംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. പൈപ്പ് ലൈൻ, ലീഡ് ഔട്ട്സൈഡ്, ഫാക്ടറി അലോ ചെയ്യില്ല. ഓക്കെ,
ശരി, ഇനി എക്സാമിന് വേണമെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് കണക്ക് ഒന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ഒരു വർക്ക്സ് കോൺട്രാക്റ്റ് കൊടുത്തു, അത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊന്നും അല്ല, അതൊരു ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിനകത്ത് ഒരു അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതും കൺസ്ട്രക്ഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഒരു ഓൾട്രേഷൻ ചെയ്യാനായിട്ടാണ്, അതും കൺസ്ട്രക്ഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പിടികിട്ടിയോ? ഓക്കെ. ഇനി അടുത്ത് നോക്കി, നമ്മൾ പറഞ്ഞു ജോബ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സും സർവീസും ഒരുപോലെ സപ്ലൈ ചെയ്യും, ആസ് എ കോമ്പോസിറ്റ് സപ്ലൈ. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഗുഡ്സ് വേറെയും സർവീസ് വേറെയും മേടിക്കാം. അതായത് ഞാൻ ഗുഡ്സ് മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അലൗഡല്ലേ, സർവീസ് മേടിച്ച് കഴിഞ്ഞാൽ അലൗഡാണ്. പക്ഷേ ഗുഡ്സും സർവീസും ഒരുമിച്ച് മേടിക്കുന്ന ജോബ് കോൺട്രാക്ട് ആണെങ്കിൽ നോട്ട് അലൗഡ്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഗുഡ്സ് വേറെയും സർവീസ് വേറെയായിട്ട് മേടിക്കാൻ തുടങ്ങി. അപ്പോഴും പറയാം നോട്ട് അലൗഡ്. ഓക്കെ, ഗുഡ്സ് ഓർ സർവീസസ്, പേന മാറിപ്പോയി. ഓക്കെ, ഗുഡ്സ് ഓർ സർവീസസ് റിസീവ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ for construction of an immobile property on his own account other than plant and machinery. Plant and machinery ആണെങ്കിലോ plant and machinery ആണെങ്കിൽ അലൗഡ്. അപ്പോൾ plant and machinery നമുക്ക് പച്ചയ്ക്ക് കൊടുക്കാമെന്നല്ല, പച്ച കളറിൽ കൊടുക്കാം. plant and machinery even when used in course of furtherance of business. പിടിയോ? മനസ്സിലായോ? അപ്പോൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സർവീസുകൾ എടുക്കുകയാണ് അല്ലെങ്കിൽ ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യണം, നോട്ട് അലൗഡ്. കാരണം ഇത് കൊണ്ടുവന്ന് എന്തിനാണെന്ന് മനസ്സിലായോ? വർക്ക്സ് കോൺട്രാക്റ്റ് എന്താക്കി? നമ്മുടെ ഗവൺമെൻറ് ബ്ലോക്ക് ക്രെഡിറ്റ് ആക്കി. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? വർക്ക്സ് കോൺട്രാക്ട് ചെയ്യാണ്ട് വർക്ക് വേറെയും ഗുഡ്സ് വേറെയും മേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടല്ലേ നിങ്ങളിത് മേടിക്കുന്നത്, പറ്റിക്കാൻ നോക്കണ്ട, അതും ബ്ലോക്ക് ക്രെഡിറ്റ്. ശരി, ഇനി അടുത്തൊരു സാധനം, ഇത് ഞാൻ പഠിപ്പിക്കുക പോലും വേണ്ട, നിങ്ങൾക്കറിയാം. എന്നാൽ നോക്കി, ഗുഡ്സ് ഓർ സർവീസസ്, ഓക്കെ, ഓൺ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് അണ്ടർ സെക്ഷൻ 10. സെക്ഷൻ 10 സെക്ഷൻ 10 ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും നിങ്ങൾക്ക് ITC എടുക്കാൻ പറ്റില്ല, ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ സ്കീം. മനസ്സിലായോ? അതായത് ഞാനൊരു ട്രാൻസാക്ഷൻ നിങ്ങളുടെ മുന്നിൽ ഇതാ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഒരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേരെന്താ? ഇപ്പോൾ കോഴിക്കോടുള്ള പാരഗൺ ഹോട്ടൽ. ഇതാണ് നമ്മുടെ പാരഗൺ ഹോട്ടൽ എന്ന് വെച്ചോ. പാരഗൺ ഹോട്ടലാണ്. പാരഗൺ ഹോട്ടൽ ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണാണ്. പാരഗൺ ഹോട്ടൽ എന്താണ്? ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണാണ്. ഇതിൻ്റെ എല്ലാ ഓൾട്ടർനേറ്റീവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഈ പാരഗൺ ഹോട്ടൽ എന്ത് ചെയ്യും? അവർ ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറേ ഗുഡ്സും സർവീസുകളും മേടിക്കും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെജിറ്റബിൾസ് മേടിക്കും, അതുപോലെ നമ്മുടെ ഫുഡ് ഐറ്റംസ് മേടിക്കും, അതിനുള്ള സ്പൈസസും പൊടികളും കാര്യങ്ങളൊക്കെ മേടിക്കും. ഓക്കെ, അപ്പോൾ അവരെന്ത് മേടിക്കുന്നു? ഫുഡ് ആൻഡ് ബെവറേജ് മേടിക്കുന്നു. ഇത് മേടിക്കുന്നത് സെയിം സെക്ടറിൽ തന്നെ ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നോർമലി ITC അലൗഡ് ആയിരുന്നു. ഇപ്പോൾ ഈ ഫുഡും ബെവറേജസും അവർ മേടിക്കുന്നതിൻ്റെ GST പേ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്ത് ചെയ്യാം? അവർ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് കുറച്ച് കളയാം. ITC അലൗഡ് ആയിരുന്നു. പക്ഷേ ഇവർ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ അല്ലേ, അതുകൊണ്ട് ഈ ITC നോട്ട് അലൗഡ്. കേട്ടോ? അപ്പോൾ ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ അവൻ മേടിക്കുന്ന അവൻ്റെ ഇൻപുട്ട് ഗുഡ്സുകൾക്കും ഇൻപുട്ട് സർവീസുകൾക്കും ക്യാപിറ്റൽ ഗുഡ്സിനും പേ ചെയ്യുന്ന ITC നോട്ട് അലൗഡ്. പിടികിട്ടിയോ? ശരി, ഇനി അടുത്ത പാരഗൺ ഹോട്ടൽ ഒരു ബിരിയാണിയുടെ റേറ്റ് ഇൻക്ലൂസീവ് ഓഫ് GST ഒരു 150 രൂപയാണ്. ഇൻക്ലൂസീവ് GST എത്ര രൂപയാണ്? 150 രൂപ. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര കളക്ട് ചെയ്യുന്നത്? 150 രൂപയാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇവനൊരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഇതിൻ്റെ GST റേറ്റ് എത്രയായിരിക്കും? GST റേറ്റ് എന്ന് പറഞ്ഞാൽ 5% ആയിരിക്കും. കാരണം 2.5% ടോട്ടൽ കൂടുമ്പോൾ 5%. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ GST എത്രയാണ്? നമുക്ക് ഇൻക്ലൂസീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? 150 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 105 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, വാല്യൂ ഓഫ് സപ്ലൈ കിട്ടും. അതുപോലെ 105 നമുക്കിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ വേണ്ട, നമുക്കിൻ്റെ GST പോർഷൻ മാത്രം മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ആക്കാം. അപ്പോൾ നമുക്കിൻ്റെ GST പോർഷൻ കിട്ടത്തില്ലേ? നിങ്ങൾ പറഞ്ഞ GST പോർഷൻ എത്രയാണ്? 150 ഡിവൈഡ് ബൈ 105 ഇൻറ്റു 5 എത്ര വരാം? 7 രൂപയാണ് വരാം. എത്ര രൂപയാണ് വരാം? 7 രൂപ. കറക്റ്റാണ്. 150 ഡിവൈഡ് ബൈ 105 ഇൻറ്റു 5 7.14. ഈ 7.14 എന്ന് പറയുന്ന ഈ എമൗണ്ട് എനിക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇപ്പോൾ സപ്പോസ് ഞാൻ പാരഗൺ ഹോട്ടലിൽ നിന്ന് എല്ലാ ദിവസവും ബിരിയാണി അല്ലെങ്കിൽ അവരുടെ ഫുഡ് മീൽസ് മേടിക്കുന്നത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ്റെ ഫലമായിട്ട് എൻ്റെ എംപ്ലോയീസിന് കൊടുക്കാനാണ്. ഇപ്പോൾ ഞാനൊരു മൈനിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്, എൻ്റെ എംപ്ലോയീസ് മൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരഗൺ ഹോട്ടലിൽ നിന്ന് എല്ലാ ദിവസവും ഞാൻ അവർക്ക് ബിരിയാണി വാങ്ങി കൊടുക്കും. ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് എനിക്ക്.
നമ്മുടെ എംപ്ലോയീസിൻ്റെ എന്താണ് ലേബർ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ എംപ്ലോയീസിന് ബിരിയാണി കൊടുത്തിരിക്കണം, അതായത് ഫുഡ് കൊടുത്തിരിക്കണം. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ബിരിയാണി മേടിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ITC അലോഡാ. പക്ഷേ ഞാനിത് മേടിക്കുന്ന ഒരു കോമ്പോഷൻ ടാക്സബിൾ പെർസെൻറ്റേജ്. അവൻ്റെ കോമ്പോഷൻ ടാക്സബിൾ പെർസെൻ്റ് റേറ്റ് ആണ് 5%. ഇത് എൻ്റെ കയ്യിൽ നിന്ന് അവൻ മേടിക്കുന്നതല്ല, അവൻ്റെ ടോട്ടൽ സെയിൽസിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നതാ, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടാക്സ് കാൽക്കുലേഷൻ തെറ്റാ. പിടിയിട്ടോ നിങ്ങൾക്ക്. അതായത് 150 രൂപയിൽ എത്ര രൂപയാണ് GST പോർഷൻ എന്ന് പറയുന്ന ചോദ്യമില്ല. ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ ഈ 150 രൂപ വെച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. എന്നിട്ട് മന്ത്ലി ടോട്ടൽ സെയിൽസ് ക്വാർട്ടർലി നോക്കും. ഇപ്പോൾ ഒരു ക്വാർട്ടറിൽ അവർ മൊത്തം ഉണ്ടായത് 25 ലക്ഷം രൂപയാണ് സെയിലെങ്കിൽ ഈ 25 ലക്ഷം രൂപയുടെ 5% ഡയറക്റ്റ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് സ്വന്തമായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ഇല്ല. അപ്പോൾ കസ്റ്റമറായിട്ടുള്ള എനിക്ക് ITC കിട്ടും, എനിക്ക് ITC കിട്ടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യും, ചിന്തിക്കും ഈ 150 രൂപ ഇൻക്ലൂസീവ് ഓഫ് GST ആണ്, അങ്ങനെയാണെങ്കിൽ 5 രൂപയ്ക്ക് എനിക്ക് ITC എടുത്തൂടെ. സത്യം പറഞ്ഞാൽ 150 രൂപ ഇൻക്ലൂസീവ് ഓഫ് GST ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ആലോചിക്കുക ചെയ്യരുത്. കാരണം എന്താ, ഇവനൊരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണാണ്. കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഒരിക്കലും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അവരുടെ റെസിപ്പിയൻസിൻ്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ അവന് നടത്തുന്ന ടോട്ടൽ സെയിൽസ്, അവൻ ബിരിയാണി വിൽക്കുന്ന 150 രൂപയാണെങ്കിൽ ആ 150 രൂപ വെച്ച് ടോട്ടൽ സെയിൽസ് എത്രയാണ് വരുന്നത്, ആ ടേൺ ഓവർ കണ്ടുപിടിക്കാം. ആ ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിൻ്റെ 5%. എന്നല്ലേ നമ്മൾ പഠിച്ച ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ്, 5%. പിടിയിട്ടോ. ഈ പറഞ്ഞ 5% പേ ചെയ്യാൻ വരുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും അവൻ ഓൾറെഡി വാങ്ങിയ ഫുഡ് ആൻഡ് ബിവറേജസിൻ്റെ GST കുറച്ച് കളയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. കാരണം ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണാണ്. പിടിയിട്ടോ. അപ്പോൾ ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണിനും അവൻ മേടിച്ച ഇൻപുട്ട് ഗുഡ്സിന്, ഇൻപുട്ട് സർവീസിന്, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ITC എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ GST പേ ചെയ്യുന്നില്ല. പിടിയിട്ടോ, മനസ്സിലായ? അതാണ് ഈ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൻ്റെ മാക്സിമം ഓൾട്ടർനേറ്റീവ്. ഈ 2 സിറ്റുവേഷൻസാണ് നിങ്ങൾ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ശരി, അടുത്ത ഗുഡ്സ് ഓർ സർവീസസ് റിസീവ്ഡ് ബൈ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഗുഡ്സ് ഓർ സർവീസസ് റിസീവ്ഡ് ബൈ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ശ്രദ്ധിച്ചേ. ഗുഡ്സ് റിസീവ്ഡ് ബൈ ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. എക്സാമ്പിൾ പറഞ്ഞിരട്ടെ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അയാൾ ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരാളാണ്. അയാൾ ഇന്ത്യയിൽ വന്ന് സർവീസ് നടത്താൻ പോകാം. ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് ഒരു ഫോറിൻ കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി അവർ ഇന്ത്യയിൽ വന്നിട്ട് കുറച്ച് നാളത്തേക്ക്, ഒരു 6 മാസത്തേക്ക് എന്തെങ്കിലും ഒരു സർവീസ് നടത്താനായിട്ട് പോകാം. ഒരു 6 മാസത്തേക്കുള്ള ഇവിടെ എന്തെങ്കിലും ഒരു സപ്ലൈ കിട്ടി. അപ്പോൾ അവരെന്ത് ചെയ്യണം, GSTയിൽ ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ എടുക്കണം. അവർ എടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇന്ത്യയിൽ വന്നു, ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ്. അവരെന്താണ്, ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ്. സംശയമുണ്ടോ? ഇല്ല. ഈ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണും ITC ഒന്നും അലൗഡല്ല. ഒരൊറ്റ കേസിൽ മാത്രമാണ് അലൗഡ്. എന്താണെന്നറിയാമോ, ഈ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഇന്ത്യയിൽ വന്നിട്ട് പുറത്തുനിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു. ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഗുഡ്സ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പേ ചെയ്യണം? കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം എന്തുകൂടെ പേ ചെയ്യണം? IGST കൂടി പേ ചെയ്യണം. എൻട്രി നമ്പർ നമ്മുടെ ഇത് ഓർമ്മയുണ്ടോ? ആർട്ടിക്കിൾ നമ്പർ 269A പ്രകാരം നമ്മൾ കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം IGST കൂടി പേ ചെയ്യണം. അങ്ങനെ ഈ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ പുറത്തുനിന്ന് ഗുഡ്സ് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ IGSTക്ക് മാത്രം പുള്ളിക്കാരൻ ITC ക്ലെയിം ചെയ്യാം. വേറെ ഇവിടെ എന്തൊക്കെ സർവീസ് ഉണ്ടെങ്കിലും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് ഈ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഇന്ത്യയിൽ ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഹോട്ടലിൽ താമസിച്ചു, GST പേ ചെയ്തു, ITC എടുക്കാൻ പറ്റില്ല. അതുപോലെ ഫുഡ് കഴിച്ചു, ITC എടുക്കാനായിട്ട് പറ്റില്ല. ഇന്ത്യയിൽ നിന്ന് തന്നെ കുറേ ഗുഡ്സുകൾ വാങ്ങി, എന്നിട്ട് ആ ഗുഡ്സുകൾ വെച്ച് വീണ്ടും ഫർദർ സപ്ലൈ നടത്തി, ITC എടുക്കാനായിട്ട് പറ്റില്ല. ഒരൊറ്റ കേസിൽ മാത്രം പറ്റാം. എന്താണ്, അയാൾ പുറത്തുനിന്ന് എന്ത് ഇമ്പോർട്ട് ചെയ്തു? ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇമ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പേ ചെയ്യുന്ന IGSTക്ക് മുകളിൽ മാത്രം ഈ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണിന് ITC എടുക്കാം. ITC എടുക്കാം. പിടിയിട്ടോ, മനസ്സിലായോ? കണ്ടോ, IGST ഓൺ ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ഹിം. അവൻ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം അവൻ ITC എടുക്കാൻ പറ്റും, IGSTയുടെ പുറത്ത്. പിടിയിട്ടോ, മനസ്സിലായി? ഇനി അടുത്ത പോയിന്റ് നോക്കി, സിമ്പിൾ പോയിന്റാ. ഇനി പരിപാടി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. എന്താ നോക്കി, ഗുഡ്സ് ഓർ സർവീസസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ കൺസംഷൻ. നമ്മുടെ പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സിന് ITC ഇല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് ഓൾട്ടർനേറ്റീവ്, അതിൻ്റെ കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഞാൻ പറഞ്ഞു തരട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചോ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. ഈ എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തായാലും ഞാൻ പറയാം. നമ്മുടെ ദിയ മോട്ടോഴ്സ്
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദിയ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, ദിയ മോട്ടോഴ്സ് ഇവരെന്താ ചെയ്യുന്നത്? ഹീറോ എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു 100 ബൈക്ക് വാങ്ങി, 100 ബൈക്സ് വാങ്ങി. ഓക്കെ, 100 ബൈക്സ് വാങ്ങി അവരുടെ സ്റ്റോറിൽ, ഇതാണ് അവരുടെ സ്റ്റോർ, അവിടെ വേണ്ട 100 ബൈക്കുകൾ ഇരിക്കുന്നുണ്ട, ഇതൊക്കെയാണ് ബൈക്സ്. അങ്ങനെ 100 ബൈക്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറോ ഹോണ്ട ഇവർക്ക് ബൈക്ക് വിൽക്കുമ്പോൾ കൊടുക്കുന്ന GSTയിൽ ITC ഇവർക്ക് എടുക്കാൻ പറ്റൂല്ലേ? അതാണ് ചോദ്യം. ITC എടുക്കാൻ പറ്റും, നമ്മൾ പഠിച്ചല്ലേ. അതായത് മോട്ടോർ വെഹിക്കിളാണ്, 13 വീലിൽ താഴെയാണ് സീറ്റിംഗ് കപ്പാസിറ്റി. പക്ഷേ ഇവർ യൂസ് ചെയ്യുന്നത് ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ITC എടുക്കാം. സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 100 ബൈക്കിൻ്റെയും ITC ദിയ മോട്ടോഴ്സ് ഓൾറെഡി എടുത്തു. 100 വെഹിക്കിളിൻ്റെയും ITC ദിയ മോട്ടോഴ്സ് ഓൾറെഡി എടുത്തു. ഓക്കെ, ഇതിൽ ഒരു ബൈക്ക് ഈ ദിയ മോട്ടോഴ്സിലെ ആ ചേട്ടൻ്റെ ഇല്ലെങ്കിൽ ഈ ദിയ മോട്ടോഴ്സിൻ്റെ ഓണറിൻ്റെ പുള്ളിക്കാരൻ്റെ മകൻ, സൺ എടുത്തുകൊണ്ട് പോയി. ഒരു ബൈക്ക് ദിയ മോട്ടോഴ്സിൻ്റെ ഓണറിൻ്റെ മകൻ എടുത്തുകൊണ്ട് പോയി. അതായത് ഒരു ബിസിനസ് അസറ്റ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു. ഒരു ബിസിനസ് അസറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്തു? പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ശരിയാ, ഒരു ബിസിനസ് അസറ്റ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ നോക്കി. ഒരു ബിസിനസ് അസറ്റ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാണ്, ഇവൻ ഇഫ് വിത്തൗട്ട് കൺസിഡറേഷൻ, അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്. കൺസിഡറേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റാണ്, പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റാണ്. ഒരു ബൈക്ക് ചെറുക്കൻ എടുത്തുകൊണ്ട് പോവാം, ഇനി അത് ബിസിനസ് അസറ്റാണോ? അല്ല, എടുത്തുകൊണ്ട് വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ അല്ലേ? ഇതാണ് ആ സിറ്റുവേഷൻ. ഇനി ഞാൻ 2 ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് ആ ഒരു ബൈക്കിൻ്റെ കാര്യം പറയാം. ആ ഒരു ബൈക്കിൻ്റെ വില 50,000 റുപ്പീസാണ്, 50,000 രൂപയാണ്. അവിടുത്തെ GST 18% ആണ്. അപ്പോൾ 50,000ൻ്റെ 80% എത്രയാണ് വരിക? 9,000 രൂപ, 9,000 റുപ്പീസ്. കൂടുമ്പോൾ 59,000 റുപ്പീസിനാണ് ഹീറോ കമ്പനി ആർക്ക് കൊടുത്തത്? നമ്മുടെ ദിയ മോട്ടോഴ്സിന് വണ്ടി കൊടുത്തത്. അപ്പോൾ ദിയ മോട്ടോഴ്സിന് 2 ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവ് ഈ 9,000 റുപ്പീസിൻ്റെ ITC ക്ലെയിം ചെയ്യാം. ITC ക്ലെയിം ചെയ്തു, ക്ലെയിംഡ് ആണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ITC നോട്ട് ക്ലെയിംഡ്. ITC ക്ലെയിം ചെയ്തില്ല, 2 സിറ്റുവേഷൻ. പിടിയോ? സത്യം പറഞ്ഞാൽ 100 ബൈക്ക് കിട്ടുന്ന ആ മന്തിൽ തന്നെ നമ്മൾ ഫുൾ ITCയും ക്ലെയിം ചെയ്യും. 100 ബൈക്ക് കിട്ടുന്ന ആ മന്തിൽ തന്നെ ഗുഡ്സ് റിസീവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ടൈറ്റിൽ നമുക്ക് കിട്ടി. ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്തു. എൻ്റെ GSTR 2 ബിൽ അത് റിഫ്ലക്റ്റ് ആയി. എൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ആ ക്രെഡിറ്റ് വന്ന്. അങ്ങനെയാണെങ്കിൽ ആ 100 ബൈക്കിൻ്റെ ക്രെഡിറ്റ് എനിക്ക് എടുക്കാം. അപ്പോൾ മെജോറിറ്റി സിറ്റുവേഷനിൽ ഈ പറഞ്ഞ എന്തായിരിക്കും വരിക? ഈ പറഞ്ഞ 9,000 റുപ്പീസിൻ്റെ ക്രെഡിറ്റ് അവൈൽ ചെയ്ത സിറ്റുവേഷൻ ആയിരിക്കും വരിക. അങ്ങനെ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൈൽ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഗുഡ്സ് യൂസ് ഫോർ പേഴ്സണൽ പർപ്പസാണ്. ഗുഡ്സ് യൂസ് ഫോർ എന്താണ്? പേഴ്സണൽ പർപ്പസ്. പക്ഷേ ITC ഓൾറെഡി അവൈൽ ചെയ്തു. നമ്മൾ പഠിച്ചു ഒരു ബിസിനസ് അസറ്റ് ഫർദർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു ITC ഉപയോഗിച്ച് ഒരു ബിസിനസ് അസറ്റ് ഫർദർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂഷൻ റൂൾസ് ഉണ്ട്. ഇവിടെ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ വാല്യൂഷൻ റൂൾസ് ഉണ്ട്. എന്താ വാല്യൂഷൻ റൂൾസ്? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ലൈക്ക് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ കിട്ടി. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് വാല്യൂ സപ്ലൈ ക്ലെയിം ചെയ്യും. അതിൻ്റെ GST എത്രയാണോ ആ GST ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ സപ്പോസ് നമ്മളിതിൻ്റെ വാല്യൂ സപ്ലൈ നോക്കിയപ്പോൾ 60,000 രൂപയാണ് വന്നത്. 18%. 60,000ൻ്റെ 18% എത്രയാണ്? 10,800 രൂപ. 10,800 രൂപ. ഈ 10,800 രൂപ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇതിന് റീസൺ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റുകൾക്ക് മാത്രമാണ് നമുക്ക് ITC എടുക്കാൻ പറ്റുക. ഒരു സ്ഥലത്ത് നമ്മൾ ITC എടുത്തു, പക്ഷേ എടുക്കാൻ പാടില്ലായിരുന്നു. അത് ബ്ലോക്ക് ക്രെഡിറ്റാണ്. കാരണം ബിസിനസ് അസറ്റ് നമ്മൾ ബിസിനസ്സിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം, ഫർദർ സപ്ലൈ ചെയ്യണം. പക്ഷേ ഇത് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ITC നോട്ട് അലൗഡ്. അപ്പോൾ ഈ ITC റിവേഴ്സ് ചെയ്യണം. അതിനേക്കാൾ നല്ലത് സെയിൽ ചെയ്യുമ്പോൾ ഇതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്ലൈ ട്രീറ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുത്തു, GST റേറ്റ് 10,800 കിട്ടി. ആ 10,800 റിവേഴ്സ് അടച്ചാൽ പോരെ. അപ്പോൾ 9,000 ITC ക്ലെയിം ചെയ്തു, 10,800 റിവേഴ്സ് അടച്ചു. ഓക്കെ, പരിപാടി കഴിഞ്ഞു. പിടികിട്ടിയോ? പരിപാടി കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്ന ITC നമ്മുടെ ഇനി വരാൻ പോണ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം നമ്മൾ ആഡ് ചെയ്തു അല്ലേ? ഓൾറെഡി എടുത്തേക്കുന്ന ITC ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്തു. പിടികിട്ടിയോ? മനസ്സിലായോ? കഴിഞ്ഞു. ഇനി ITC നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഒന്നും വേണ്ട. അതായത് നമ്മൾ 100 ഗുഡ്സ് 100 ബൈക്ക് വാങ്ങി, അതിൻ്റെ ITC എടുത്തിട്ടില്ല, അതെൻ്റെ ചെറുക്കൻ എടുത്തുകൊണ്ട് പോവാണ്. കുഴപ്പമില്ല. അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണോ? വേണ്ട. GST വേണോ? വേണ്ട. കാരണം ITC നമ്മൾ ഓൾറെഡി അവൈൽ ചെയ്തിട്ടില്ല. പിടികിട്ടിയോ? മനസ്സിലായി. ഇനി നിങ്ങൾ ഈ ഒരു സംഭവം നോക്കിയേ. ക്ലാരിഫിക്കേഷൻ. ഇവിടുത്തെ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് നോക്കി. ക്ലാരിഫിക്കേഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ്
ITC has been already taken. നമ്മൾ ഓൾറെഡി ITC എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ then proportionate ITC should be reversed. ആ proportionate ITC നിങ്ങൾ റിവേഴ്സ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആഡഡ് വിത്ത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഇതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി ചെയ്യുക. നിങ്ങളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആ ITC ആഡ് ചെയ്യണം. ഓക്കെ, ശരി, ഓക്കെ, മനസ്സിലായി. ഇനി അടുത്ത കേസ് നോക്കി. ഗുഡ്സ് സ്റ്റോളൻ, ലോസ്റ്റ്, ഡിസ്ട്രോയിഡ്, റിട്ടേൺ ഓഫ് ഓർ ഡിസ്പോസ്ഡ് ബൈ വേ ഓഫ് ഗിഫ്റ്റ് ഓർ സാമ്പിൾ. നമ്മുടെ കയ്യിൽ ഒരു ഗുഡ്സ് ഉണ്ടായിരുന്നു. ഗുഡ്സ് നമ്മൾ ഗിഫ്റ്റായിട്ടോ സാമ്പിളായിട്ടോ അല്ലെങ്കിൽ ലോസ്റ്റ് ആയിപ്പോയി, കളഞ്ഞുപോയി, മോഷ്ടിച്ചുകൊണ്ട് പോയി, ഡിസ്ട്രോ ആയിപ്പോയി, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു എന്നൊക്കെ പറയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഗുഡ്സ് നിങ്ങൾ സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റോളൻ ആണ്, ഡിസ്ട്രോയിഡ് ആണ്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ITC നോട്ട് അലൗഡ്. പിടിയോ? മനസ്സിലായോ? പക്ഷേ അതിന് ഫർദർ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അത് ഞാനിവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ, എന്താണ് ഫർദർ ക്ലാരിഫിക്കേഷൻ? എക്സെപ്റ്റ് സാമ്പിൾ ആൻഡ് ഗിഫ്റ്റ്സ് എന്ന് വെച്ചാൽ ഇഫ് ITC ഹാസ് ബീൻ ഓൾറെഡി ടേക്കൻ ദെൻ ദ പ്രൊപ്പോർഷനേറ്റ് ITC ഷുഡ് ബി റിവേഴ്സ്ഡ് അല്ലെങ്കിൽ ആഡഡ് വിത്ത് ടാക്സ് ലയബിലിറ്റി. നമ്മൾ പഠിച്ചേ, അതായത് ഗുഡ്സ് സ്റ്റോളൻ, മോഷ്ടിച്ചുകൊണ്ട് പോയോ അല്ലെങ്കിൽ ലോസ്റ്റ് ആയിപ്പോയോ, ഡിസ്ട്രോയ് ആയിപ്പോയോ, റൈറ്റ് ഓഫ് ആയിപ്പോയോ ഗുഡ്സിൻ്റെയൊക്കെ ITC നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ പോലെ എടുക്കാൻ പാടില്ല, എടുത്തിട്ടുണ്ടെങ്കിൽ ITC റിവേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യണം. എങ്ങനെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? വാല്യുവേഷൻ റൂൾ പ്രകാരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് കുറച്ച് പോയിന്റ്സ് നിങ്ങൾ എക്സ്ട്രാ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താ നോക്കി, നിങ്ങൾ കണ്ടില്ലേ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ഒരു ഗുഡ്സ് വാങ്ങിയാൽ ഒന്ന് ഫ്രീ, ഒരെണ്ണം വാങ്ങിയാൽ ഒന്ന് ഫ്രീ. 1000 രൂപ ഒരു ഗുഡ്സിൻ്റെ വില 1000 രൂപ, ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആലോചിക്കുക, ശരിയാ, ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ, കസ്റ്റമേഴ്സ് അല്ലാതെ എടുക്കും. ഓക്കെ, കറക്റ്റാണ്. പക്ഷേ ഒന്ന് ആലോചിക്കുക, ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് ഒരു മിക്സഡ് സപ്ലൈയാണ്. ആരും ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ കൊടുക്കത്തില്ല. ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന 1000 രൂപയിൽ 2 ഗുഡ്സിൻ്റെയും പ്രൈസ് ഉണ്ട് എന്ന്. അപ്പോൾ അതൊരു ഗിഫ്റ്റായിട്ടോ സാമ്പിളായിട്ടോ കൊടുത്ത ഗുഡ്സ് അല്ല. അതൊരു ഗിഫ്റ്റായിട്ടോ സാമ്പിളായിട്ടോ കൊടുത്ത ഗുഡ്സ് ആണോ? അല്ല, ഗിഫ്റ്റായിട്ടോ സാമ്പിളായിട്ടോ ഒന്നും കൊടുത്ത ഗുഡ്സ് അല്ല. അതൊരു മിക്സഡ് സപ്ലൈ ആണ്. അപ്പോൾ അവിടെ ITC എടുക്കാൻ പറ്റും, അവിടെ ITC എടുക്കാം, ഒരു കുഴപ്പമില്ല. പിടിയിട്ടാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നോർമലി ഒരു ഗുഡ്സിൻ്റെ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ആ ഷർട്ട് അവർക്ക് കിട്ടുന്നത് 200 രൂപയ്ക്കായിരിക്കും. 200 രൂപയ്ക്ക് ആ 200 രൂപ വിലയുള്ള സാധനമായിരിക്കും അവരെന്ത് ചെയ്യുന്നത് 900 റുപ്പീസിന് വിൽക്കുന്നത്, 900 രൂപയ്ക്ക് വിൽക്കുന്നത്. നോർമലി എല്ലാ മന്തിലും അങ്ങനെ നടക്കുന്നത്. പെട്ടെന്ന് ഇവർക്ക് സ്റ്റോക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഓഫർ നടത്തും. എന്താ, 200 രൂപ വിലയുള്ള 2 ഗുഡ്സ് എടുക്കും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയും 400 രൂപ. ആ 400 രൂപ വിലയുള്ള ഗുഡ്സ് അവർ 1000 രൂപയ്ക്ക് വിൽക്കും. അപ്പോഴവർക്ക് പ്രോഫിറ്റ് എത്രയാണ്? 600 രൂപയാണ്. ഇവിടെ അവർക്ക് പ്രോഫിറ്റ് എത്രയാണ്? 200 700 രൂപ. മനസ്സിലായോ? ഇതാണ് ആക്ച്വലി നടക്കുന്നത്. അല്ലാതെ ആരും നമുക്കൊരു ഗുഡ്സ് വാങ്ങിയാൽ ഒരെണ്ണം ഫ്രീ തരാറില്ല. ഒരെണ്ണം ഫ്രീ തരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മിക്സഡ് സപ്ലൈ ആണ്. എന്തുപോലെ 2 കോൾഗേറ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, 2 ഡേറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഗുലാബ് ജാമുൻ ഫ്രീ, ലയൻ്റെ ഒരു ഡേറ്റ്സ് വാങ്ങിയാൽ ഒരു പാക്കറ്റ് ഫ്രീ എന്ന് പറയുന്ന ഒരു മിക്സഡ് സപ്ലൈ ആണ്. എന്താണ് ഒരു മിക്സഡ് സപ്ലൈ? ആ കേസിൽ ഈ കമ്പനിക്ക് ഈ പറഞ്ഞ ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നില്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെ ITC അവൈലബിൾ ആണ്. കാരണം ഇത് ഒരു പ്രൈസിൽ കുറേ ഗുഡ്സ് വിൽക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത സാധനം നോക്കി, ബൈ മോർ സേവ് മോർ. മറ്റൊരു സാധനം, അതായത് ഒരെണ്ണം മേടിക്കുക 30% ഓഫ്, 2 മേടിക്കുക 60% ഓഫ്, 3 മേടിക്കുക 70% ഓഫ്. കണ്ടിട്ടില്ലേ? സെയിം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ട്രീറ്റഡ് ആസ് എ സപ്ലൈ ആൻഡ് ITC is allowed. പിടിയിട്ടോ? അത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഗിഫ്റ്റോ സാമ്പിളോ പോലെ ITC അലൗഡ് അല്ല, ബ്ലോക്ക് ക്രെഡിറ്റ് ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, ശരി. ഇനി അടുത്തത് ഈ ലോസ്റ്റ് ഗുഡ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് നിങ്ങളുടെ പഴയ ടെക്സ്റ്റിലുള്ള ഒരു അനാലിസിസ് ആണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഒരു ലോസ്റ്റ് ഇൻപുട്ടാണ്, ഒരു ഇൻപുട്ട് ഗുഡ്സ് ലോസ്റ്റ് ആയിപ്പോയി. അതൊരു പ്രോസസ് ലോസ്റ്റ് ആണ്. പ്രോസസ് ലോസ് കോസ്റ്റിംഗ് പഠിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രോസസ് ലോസ് എന്താണെന്ന് പറഞ്ഞിരണോ? വേണ്ട. നമ്മൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനകത്ത് അഡീഷൻസ് വരുന്ന സമയത്ത് ലോസ്റ്റ് ആയിപ്പോയി. അതുപോലെ ട്രാൻസിറ്റ് ലോസും ഉണ്ട്, ട്രാൻസിറ്റിൽ ലോസ് ആയിപ്പോയി. അവിടെയും നോർമൽ ലോസും ഉണ്ട്, അബ്നോർമൽ ലോസും ഉണ്ട്. ഇതിലെ നോർമൽ ലോസും അബ്നോർമൽ ലോസും പ്രോസസ് ലോസ് ആണെങ്കിൽ ITC അലൗഡ് ആണ്. നമുക്കറിയാം, നമ്മൾ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ട്, പ്രോസസ് ലോസ്, നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇന്നെവിറ്റബിൾ, അത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മളൊരു 1000 റോ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 1000 ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് കിട്ടുന്നില്ല, ചിലപ്പോൾ 900 കിട്ടും. അതിലെ 10 ലോസ്റ്റ് ആണ് എപ്പോഴും. പിടിയോ? ആ നോർമൽ ലോസും പ്രോസസ്സിങ്ങിലുണ്ടാകുന്ന അബ്നോർമൽ ലോസും രണ്ടിൻ്റെ ITC അലൗഡ് ആണ്. അലൗഡ് ആണ്. നോർമൽ ലോസും അബ്നോർമൽ ലോസും രണ്ടിൻ്റെ ITC അലൗഡ് ആണ്. പിടിയോ? ഇനി ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്തും ഉണ്ടാവും നോർമൽ ലോസും അബ്നോർമൽ ലോസും. അപ്പോൾ നോർമൽ ലോസ് മാത്രം അലൗഡ്, അബ്നോർമൽ ലോസ് നോട്ട് അലൗഡ്. പിടിയോ? അപ്പോൾ ഒന്ന് പറയാം, നമ്മുടെ ഇൻപുട്ട് ഗുഡ്സ്, നമ്മുടെ ഇൻപുട്ട്
പ്രോസസ്സിങ്ങിലും ലോസ് ഉണ്ടാവും, ട്രാൻസിറ്റിൽ ലോസ് ഉണ്ടാവും. പ്രോസസ്സിങ്ങിൽ ഉണ്ടാകുന്ന നോർമൽ ലോസും അബ്നോർമൽ ലോസും ITC അലൗഡ്. ട്രാൻസിറ്റിൽ ഉണ്ടാകുന്ന ട്രാൻസിറ്റിൽ ഉണ്ടാകുന്ന നോർമൽ ലോസ് അലൗഡ്, അബ്നോർമൽ ലോസ് നോട്ട് അലൗഡ്. ഓക്കെ, ശരി, മനസ്സിലായി. ഇനി അടുത്ത കാര്യം നോക്കി, നിങ്ങൾ ITC എടുത്തിരിക്കുന്നത് എനി ടാക്സ് പെയ്ഡ് ഇൻ ടേംസ് ഓഫ് ഫ്രോഡ് കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് ടാക്സ് അടച്ചെങ്കിൽ അതിന് നിങ്ങൾക്ക് ITC എടുക്കാൻ പറ്റില്ല. വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെങ്കിൽ സപ്രഷൻ ഓഫ് ഫാക്ട്സ്, എന്തെങ്കിലും ഉടായ്പ പരിപാടികൾ കാണിച്ച് നിങ്ങളെ പൊക്കി ടാക്സ് അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ITC എടുക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉടായ്പ പരിപാടികൾ കാണിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ITC നോട്ട് അലൗഡ്. പിടിയോ? നമ്മൾ എത്ര സിറ്റുവേഷൻ പഠിച്ചത് നിങ്ങൾ നോക്കി. എത്ര സിറ്റുവേഷൻ പഠിച്ചു? ആദ്യമേ മോട്ടോർ വെഹിക്കിളിൻ്റെ കാര്യം 1, വെസലിൻ്റെ കാര്യം 2. മോട്ടോർ വെഹിക്കിളിൻ്റെ കാര്യം 1, വെസലിൻ്റെ കാര്യം 2. ഇനി അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാധനമുണ്ട് 3, ജനറൽ ഇൻഷുറൻസ്, റിപ്പയർസ്, മെയിൻ്റെനൻസ്. ഇത് 3 മോട്ടോർ വെഹിക്കിൾ, വെസൽ, എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ 3 എണ്ണം. ശരി. ഫുഡ് ആൻഡ് ബെവറേജസും അതുമായിട്ട് ബന്ധപ്പെടുന്ന സാധനം 4. മെമ്പർഷിപ്പ് 5. ട്രാവൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ ലീവ് ട്രാവൽ കൺസെഷൻ അല്ലെങ്കിൽ ട്രാവൽ ബെനിഫിറ്റ്സ് 6. അത് കഴിഞ്ഞ് വർക്ക്സ് കോൺട്രാക്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 7. വർക്ക്സ് കോൺട്രാക്ട് ഇമ്പോർട്ടൻ്റ് ആണ് 7. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക്സ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാധനം പഠിച്ചു 8. കോമ്പോസിഷൻ സപ്ലൈറിനെ പറ്റി പഠിച്ചു 9. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ 10. അതുപോലെ പേഴ്സണൽ പർപ്പസ് 11. ലോസ് ഡിസ്ട്രോയിഡ് ഒക്കെ ആണെങ്കിൽ 12. ഫ്രീ സാമ്പിളിൻ്റെ കാര്യമൊക്കെ അതിനകത്ത് വരും. അതുപോലെ 13 ബ്ലോക്ക് ക്രെഡിറ്റ്സ് ആണ് പഠിച്ചത്. 13 വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? എന്ത് ഗ്രൂപ്പ് ചെയ്യാം? നമുക്ക് റിവൈസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ, എയർക്രാഫ്റ്റ്, വെസൽ. ഈ മോട്ടോർ വെഹിക്കിൾ 13 പേരിൽ താഴെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ നോട്ട് അലൗഡ്. 13 പേരിൽ മുകളിലാണെങ്കിൽ അലൗഡ്. കറക്റ്റ് 13 പേരാണെങ്കിൽ നോട്ട് അലൗഡ്. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അലൗഡ്. ഈ 13 പേര് ഒരു ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാനുള്ള വെഹിക്കിൾ ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അലൗഡ്. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയിട്ടാണെങ്കിൽ അലൗഡ്. ട്രെയിനിങ് സർവീസ് അല്ലെങ്കിൽ നാവിഗേഷൻ സർവീസ് കൊടുക്കാനാണെങ്കിൽ അലൗഡ്. സെയിം വെസൽ ഫർദർ സപ്ലൈ ചെയ്യാനാണെങ്കിൽ അലൗഡ്. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അലൗഡ്. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അലൗഡ്. ട്രെയിനിങ് ഫെസിലിറ്റികളും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നോട്ട് അലൗഡ്. ഇനി നേരത്തെ നോട്ട് അലൗഡ് ആയിട്ടുള്ള 13 പേര് ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ആയിട്ടുള്ള മോട്ടോർ വെഹിക്കിളും വെസലും ഇതിന് എന്തെങ്കിലും സർവീസ്, റിപ്പയർസ്, മെയിൻ്റനൻസ്, ജനറൽ ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് അലൗഡ്. പക്ഷേ നേരത്തെ അലൗഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ലേ, അവർക്ക് അലൗഡ്. എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ മോർ ദാൻ 30 ആൾക്കാർക്ക് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ അവരുടെ ജനറൽ ഇൻഷുറൻസും സർവീസും മെയിൻ്റനൻസും റിപ്പയർസും അലൗഡ്. അതുപോലെ സപ്ലൈ ഓഫ് ഗുഡ്സും സപ്ലൈ ഓഫ് സർവീസും സപ്ലൈ ഓഫ് പാസഞ്ചേഴ്സും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സും ആണെങ്കിൽ അലൗഡ്. മാനുഫാക്ചറിങ് ആണെങ്കിൽ അവർക്ക് അലൗഡ്. ഫർദർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അലൗഡ്. ഫുഡ്, ബെവറേജസ്, ഔട്ട്സൈഡ് കേറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് കെയർ സർവീസസ്, കോസ്മെറ്റിക്, പ്ലാസ്റ്റിക് സർജറി, അതുപോലെ ലെൻഡിങ് ആൻഡ് റീസിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഇൻ വിച്ച് ITC ഹാസ് ബീൻ നോട്ട് അലൗഡ്. ലൈഫ് ഇൻഷുറൻസ് സർവീസും ഹെൽത്ത് കെയർ സർവീസും നോട്ട് അലൗഡ്. പക്ഷേ ലീഗൽ ഒബ്ലിഗേഷൻ്റെ ഫലമായിട്ടാണെങ്കിൽ അലൗഡ്. അതുപോലെ ഫർദർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് സപ്ലൈയുടെ ഒരു എലമെൻ്റ് ആയിട്ടോ ആണെങ്കിൽ അലൗഡ്. മെമ്പർഷിപ്പ് സർവീസ് എവിടെ, ഹെൽത്ത് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻറ്റേഴ്സ്, ക്ലബ്ബുകളിലൊക്കെ ആണെങ്കിൽ നോട്ട് അലൗഡ്. പക്ഷേ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ആണെങ്കിൽ അലൗഡ്. സെയിം നേച്ചറാണ് എന്ത്, ട്രാവൽ ബെനിഫിറ്റ്സുകൾ. അത് വർക്ക്സ് കോൺട്രാക്ട്, ദാറ്റ് മീൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷറി. പ്ലാന്റ് ആൻഡ് മെഷറി ആണെങ്കിൽ അലൗഡ്. പ്ലാന്റ് ആൻഡ് മെഷറി ഇൻക്ലൂഡ്സ് ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷറി എക്സ്ക്ലൂഡ്സ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ സിവിൽ സ്ട്രക്ചേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സ്, പൈപ്പ് ലൈൻ സെറ്റപ്പ് ഔട്ട്സൈഡ് ദ ഫാക്ടറി. ഓക്കെ, ഇനി ഈ പറഞ്ഞ വർക്ക്സ് കോൺട്രാക്ട് ഫോർ ഫർദർ സപ്ലൈ ആണ് എന്ന് വെച്ചാൽ സബ് കോൺട്രാക്ട് ആണെങ്കിൽ അലൗഡ്. ഓക്കെ, ശരി. ഇനി വർക്ക്സ് കോൺട്രാക്ട് നോട്ട് അലൗഡ് ആയതുകൊണ്ട് ഗുഡ്സ് വേറെ സർവീസ് വേറെ മേടിക്കാം, അപ്പോഴും നോട്ട് അലൗഡ്. എന്താ, കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ എന്ത് പ്ലാന്റ് ആൻഡ് മെഷറി ഈവൻ ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് നോട്ട് അലൗഡ്. ശരി. അടുത്തത് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് ഓൺ കോമ്പോഷൻ ടാക്സബിൾ പേഴ്സൺ. 2 ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഒന്ന് കോമ്പോഷൻ ടാക്സബിൾ പേഴ്സൺ നോട്ട് അലൗഡ്. കോമ്പോഷൻ ടാക്സബിൾ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് നോട്ട് അലൗഡ്. കോമ്പോഷൻ ടാക്സബിൾ പേഴ്സൺ അലൗഡ് അല്ലാത്തതിൻ്റെ കാരണം എന്താ, അവർ കോമ്പോഷൻ ടാക്സബിൾ പേഴ്സൺ ആയതുകൊണ്ട്. ഇനി വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് അലൗഡ് അല്ലാത്തതിൻ്റെ കാരണം എന്താ, അവർ ടാക്സ് അടയ്ക്കാത്തതുകൊണ്ട്. ഓക്കെ, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണ് ഒരു ഗുഡ്സും സർവീസിനെ സപ്ലൈ നടത്തുകയാണെങ്കിൽ നോട്ട് അലൗഡ്. പക്ഷേ ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അതിന് പുറത്ത് IGST മേടിക്കുകയാണെങ്കിൽ അലൗഡ്. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണെങ്കിലോ നോട്ട് അലൗഡ്. ശരി. അടുത്ത ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ നോട്ട് അലൗഡ്. പക്ഷേ ITC ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ITC ഷുഡ് ബി റിവേഴ്സ്ഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യണം. ശരി. ഗുഡ്സ് സ്റ്റോളൻ, ഡിസ്ട്രോയിഡ്, റൈറ്റ് ഓഫ്, ലോസ്റ്റ്, ഫ്രീ ഗിഫ്റ്റ്, സാമ്പിൾ ഒക്കെ ആണെങ്കിൽ നോട്ട് അലൗഡ്. പക്ഷേ ITC ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യണം. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അലൗഡ്. ബൈ മോർ ഗെറ്റ് മോർ ഡിസ്കൗണ്ട് അലൗഡ്. അങ്ങനെ എന്ത് പ്രൊമോഷൻ സംഭവങ്ങളാണെങ്കിലും അലൗഡ് ആണ്. ഓക്കെ, അതുപോലെ ഫ്രീ സാമ്പിൾ ഓക്കെ, പ്രശ്നമില്ല. അതുപോലെ എനി ടാക്സ് പെയ്ഡ് ഇൻ ടേംസ് ഓഫ് ഫ്രോഡ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് ടാക്സ് അലൗഡ്. അതുപോലെ ലോസ്, പ്രോസസ് ലോസ് ഡ്യൂറിങ് ട്രാൻസിറ്റ് ലോസ്. പ്രോസസ് ലോസ് നോർമലും അബ്നോർമലും അലൗഡ്. ട്രാൻസിറ്റ് ലോസ് ആണെങ്കിൽ നോർമൽ മാത്രം അലൗഡ്, അബ്നോർമൽ നോട്ട് അലൗഡ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിന്ന് പഠിച്ചാൽ മതി. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. ഞാൻ വായിക്കാം, നോക്കിയോ. അതായത് വർക്ക്സ് കോൺട്രാക്ട് സർവീസസ് യൂസ്ഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഓഫ് മാനുഫാക്ചറർ ഓർ ട്രേഡർ ഓർ സർവീസ് പ്രൊവൈഡർ. ഓക്കെ, നമ്മളൊരു ബിൽഡിംഗ് മാനുഫാക്ചർ ചെയ്യണം, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ്.
ITC അലൗഡ് ആണോ നോട്ട് അലൗഡ് ആണോ? നോട്ട് അലൗഡ്. ഓക്കെ. ഇനി സപ്പോസ് കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ അലൗഡ്. ശരി. അതുപോലെ വർക്ക്സ് കോൺട്രാക്ട് സർവീസ് യൂസ്ഡ് ബൈ മെയിൻ കോൺട്രാക്ടർ ഹു ഫർദർ സപ്ലൈ ദ വർക്ക്സ് കോൺട്രാക്ട് അലൗഡ് ആണോ നോട്ട് അലൗഡ് ആണോ? സബ് കോൺട്രാക്ട് ആണ്, അലൗഡ്. അതുപോലെ അടുത്തത് ഞാൻ വയ്ക്കാം. ഓക്കെ. കൺസ്ട്രക്ഷൻ സർവീസസ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സ് നോട്ട് അലൗഡ്. അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ഹിസ് ഓൺ ഹൗസ് നോട്ട് അലൗഡ്. നോക്കിടാ. എ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഇമ്പോർട്ട് ടൂൾ കിറ്റ് ഫ്രം USA. ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഇമ്പോർട്ട് ടൂൾ കിറ്റ് ഫ്രം USA. അയാൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ടൂൾ കിറ്റ് USAയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അലൗഡ് ഓർ നോട്ട് അലൗഡ്? അലൗഡ്. എന്തുകൊണ്ടാണ്? ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ മാത്രം നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ അലൗഡ്. ശരി. പിന്നെന്താ പറയാനുള്ളത്? ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പറഞ്ഞു, ഫ്രീ സാമ്പിൾ പറഞ്ഞു അല്ലേ, ബൈ മോർ ഗെറ്റ് ഓഫറിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ശരി. ഇനി നമുക്ക് അപ്പോർഷൻമെൻറ്റിൻ്റെ കാര്യം നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ടായിരിക്കും മേ ബി. നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ഡെഫിനേഷൻ നമ്മളിപ്പോൾ ഈ പഠിച്ച ഐറ്റം ടെക്സ്റ്റിലുണ്ട് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് താഴെ കിടക്കുന്ന ബ്ലോക്ക് ക്രെഡിറ്റ് ഇവിടെ ഉണ്ടാ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുടെ കാര്യം, ഈ അപ്പോർഷൻമെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഒക്കെ നമുക്ക് ഇനി വരുന്ന ദിവസം നെക്സ്റ്റ് ഡേ പഠിക്കാം കേട്ടോ. അപ്പോർഷൻമെൻറ്റ് ഓഫ് ക്രെഡിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ കിടക്കുന്നത് മൊത്തം, നമുക്ക് ചെയ്യാം. നമ്മുടെ ബ്ലോക്ക് ക്രെഡിറ്റ് 17 സബ്സെക്ഷൻ 5 നമ്മുടെ മോട്ടോർ വെഹിക്കിളിൻ്റെ കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ 13% വെസൽ എയർക്രാഫ്റ്റ്, ജനറൽ ഇൻഷുറൻസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് സർവീസുകൾ, ബെവറേജസ്, ഫുഡ്സ് ഔട്ട്സൈഡ് കേറ്ററിംഗ്, അങ്ങനെയുള്ള പരിപാടികൾ ഇല്ല, ഇതൊക്കെ പറഞ്ഞില്ലേ? ഓക്കെ. പ്ലാന്റ് ആൻഡ് മെഷീനറി, സ്റ്റോളൻ ഗുഡ്സ്, ഇത്രയും പറയുന്നുണ്ട്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിലില്ല നമുക്ക്, പക്ഷേ മറ്റേ അപ്പോർഷൻമെൻറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു നല്ലൊരു അടിപൊളി കുറച്ച് സാധനങ്ങൾ പഠിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.